ഓക്കെ, നമ്മള് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകത പറഞ്ഞെന്താ വെച്ചാല് ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു കോംപ്ലക്സ് ഡിസൈനിലോട്ട് പോവാം. കോംപ്ലക്സ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിൽ ഓൾറെഡി ടൈപ്സ് ഓഫ് പ്രൊജക്ട് അല്ലെങ്കിൽ ബിൽഡിങ്സ്. നമ്മൾ സാധാരണ പ്ലംബിംഗ് എന്ന് പറയുമ്പോൾ പ്ലംബിങ്ങിന്റെ ഒരു പ്രത്യേകത സാധാരണ നമ്മൾ വിചാരിക്കുക ബാത്റൂമിന്റെ മാത്രം വർക്കാണ് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് സെഗ്മെന്റ് പറഞ്ഞിരുന്നു, ഇത് സോയിലും ഇത് വേസ്റ്റും അല്ലെ. ഇതിൽ സോയിൽ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ വേസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള യൂറിനറി സ്റ്റൂൾ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് സെപ്പറേറ്റ് പൈപ്പിലൂടെ പോവുക. ആ പൈപ്പാണ് നമ്മൾ സിംഗിൾ സ്റ്റാക്കും ഡബിൾ സ്റ്റാക്കും എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അതില് സിംഗിൾ സ്റ്റാക്ക്, ഡബിൾ സ്റ്റാക്ക്, 3 പൈപ്പ് സിസ്റ്റം അങ്ങനെ വരിക. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് സോയിലും വേസ്റ്റും കമ്പൈൻ ചെയ്ത് രണ്ടാമത് നമുക്ക് സോയിൽ വേറെ വേസ്റ്റ് വേറെ. ഓക്കെ, അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ ടോപ്പ് ലെവലില് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വെന്റ് കൗഡ് എന്ന് പറയും. എന്താണ് വെന്റ് കൗഡ്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്രില്ല് പോലത്തെ ഒരു സാധനം പൈപ്പിന്റെ മുകളിലുണ്ടാവും അല്ലെ. അത് ആ സ്റ്റാക്കിന്റെ ഏറ്റവും ടോപ്പിലുണ്ടാവും. അപ്പൊ ഈ ഒരു സാധനം പ്രൈമറി വെന്റിങ് എന്നാണ് ശരിക്കും പറയാം. ഈ ഒരു ഭാഗം പ്രൈമറി വെന്റിങ്. അപ്പൊ ഞാൻ 2 പൈപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ സ്റ്റാക്ക് പറഞ്ഞു, അതിൽ 2 സെഗ്മെന്റ് പറഞ്ഞു. അതിന്റെ മുകളിലൂടെയാണ് അതിന്റെ എയർ പുറത്തോട്ട് പോകുന്നത്. പക്ഷെ എയർ പലപ്പോഴും നമ്മൾ പ്രഷർ ഇതിന്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് PAPA സിസ്റ്റത്തിൽ പറഞ്ഞു 320 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ എയർ മുകളിലോട്ട് പോകുന്ന സ്പീഡ്. അപ്പൊ അത്രയും പ്രഷറും അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് അല്ലെ. നമ്മൾ സാധാരണ പറയുന്ന കുറച്ച് ഇക്വേഷൻസ് ഇല്ലേ, Q=AV, അതുപോലെ തന്നെ Q=K√P. ഇത് ഡിഫൈൻ ചെയ്യാറില്ല. ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ മാസ് ഫ്ലോ റേറ്റ് അല്ല, വോളിയം ഫ്ലോ റേറ്റ് ആണ്. ഏരിയ, വെലോസിറ്റി അല്ലെ. ഇതിൽ നമുക്ക് ഫ്ലോ ഇവിടെ ഉണ്ട്, പ്രഷർ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനാണ് നമ്മൾ K ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഓരോ പൈപ്പിന്റെ സൈസിൽ അല്ലെങ്കിൽ ഓരോ ഓപ്പണിങ്ങിന്റെ സൈസിലെ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ പണ്ട് ഓറിഫൈസ് എന്നൊക്കെ പഠിച്ചില്ലേ, അതാണ് K ഫാക്ടർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ഫാക്ടറാണ് അത്, പല സാധനങ്ങൾക്കും പല ഫാക്ടർ ഉണ്ടാവും. നമ്മൾ ഫയർ ഫൈറ്റിംഗ് സ്പ്രിംഗ്ലറിൽ പഠിച്ചത് 5.6, 8, 11 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പ്രിംഗ്ലേഴ്സ് ആണ്. അതായത് സാധാരണ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്ടിന് കൊടുക്കുന്ന സ്പ്രിംഗ്ലർ ആണെങ്കിൽ 5.6 ആണ് K ഫാക്ടർ. അതൊരു ഇൻഡസ്ട്രിയൽ ലെവലാണ് വിചാരിച്ചത്. ഇൻഡസ്ട്രിയൽ ലെവലിൽ പ്രത്യേകം എന്തായിരിക്കും, ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ വേണ്ടിവരും, നല്ല സ്പീഡിൽ പുറത്തോട്ട് കൊണ്ടുവരും, അതുപോലെ കൂടുതൽ ഏരിയ സ്പ്രെഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇവിടെ തീ കത്തുന്ന പോലെയല്ല ഒരു ഫാക്ടറിയിൽ ഫയർ വന്നാൽ അല്ലെ. അപ്പൊ നമുക്ക് അവിടെ K ഫാക്ടറി കൂട്ടണം. അപ്പൊ നിങ്ങൾ ഇതില് കുറെ സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 11 K ഫാക്ടറിയിൽ ഡിസൈൻ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ. നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ 5.6ലാണ്. അപ്പൊ 11 K ഫാക്ടറി സിമ്പിൾ ആണ്. നമ്മൾ ആ UA കോഡ് നോക്കിട്ടോ അല്ലെങ്കിൽ നാഷണൽ NFPന്റെ റെഗുലേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ 2 സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലെ. ഇത് നമ്മൾ എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് കനാലിന്റെ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഗാർഡനിങ് ചെയ്യുന്ന ഒരു പൈപ്പിന്റെ ഫ്രണ്ടിലെ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ക്ലോസ് ആയില്ലേ, അപ്പോൾ അവിടെ K ഫാക്ടർ മാറും. പക്ഷെ വരുന്ന ഫ്ലോ എന്താണ്, സെയിം ആണ്. അപ്പോൾ അവിടെ പ്രഷർ കൂടും. നമ്മൾ ഇങ്ങനെ കുത്തി പിടിക്കുമ്പോഴല്ലേ, അടച്ചു പിടിക്കുമ്പോഴല്ലേ കുറച്ച് വെള്ളം കുറച്ച് ദൂരെ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, കുറെ കാര്യങ്ങൾക്ക് സൊല്യൂഷനാണ്. ഈ ഇക്വേഷനാണ് നമ്മൾ പണ്ട് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. Q=AV. ഇതേ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാം, HVACയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം. എത്ര വെലോസിറ്റിയിലാണോ വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൽ പോകും. അപ്പൊ നമ്മളിവിടെ 2 സെഗ്മെന്റ് പറഞ്ഞു, 2 പൈപ്പ് പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയിൽ ഒരു പൈപ്പ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വെന്റിങ് ആവുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രൊജക്റ്റിലൊന്നും എയർ പുറത്തോട്ട് വിടാം അല്ലെ. കാര്യം എന്താ, ഇപ്പൊ ഒരു 10 ഫ്ലോർ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇതിലോട്ട് കുറെ ഫ്ലോറിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹ്യൂജ് വാട്ടർ ഒറ്റയടിക്ക് താഴെ വരുന്നു. അതേ സമയത്ത് കൊടുത്തു വന്നാൽ എന്താ സംഭവിക്കുക, ഇത് കണ്ടിന്യൂസ് ഫ്ലോ അല്ല, ആണോ, ഇന്റർമീഡിയന്റ് ഫ്ലോ ആണ്. എന്താ കണ്ടിന്യൂസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു എയർ ബബിൾസ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഫ്ലോ ചെയ്യുക. അങ്ങനത്തെ ഒരു പൈപ്പ് ഏതാ, ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ്. എപ്പോ വരെ, ടാങ്കിൽ വെള്ളം തീരുന്നത്
ടാങ്കിൽ വെള്ളം തീർന്നാൽ എയർ ഉള്ളിൽ കയറില്ല അല്ലെ? അപ്പൊ ടാങ്കിൽ ഓൾറെഡി ഫില്ല് ചെയ്ത് ആ എയർ മുഴുവൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ കംപ്ലീറ്റ് വാട്ടർ മാത്രമാണ്. അപ്പൊ അവിടെ നമ്മൾ പ്രഷറിന്റെ പ്രശ്നം വരുന്നത്, പ്രഷറിന്റെ പ്രശ്നം ഫ്ലൂയിഡിന്റെ പ്രശ്നം മാത്രമാണ്. എയറിന്റെ പ്രഷർ വരാനുള്ള ചാൻസ് കുറവാണ്. ഇനി മറ്റുള്ള കേസുകളിലൊക്കെ HVAC ഓൾറെഡി എയർ കയറാനുള്ള വാക്യൂം കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിലൊരു വെള്ളം ഇങ്ങനെ സ്പീഡിൽ വരുന്ന സമയത്ത് ഇവിടുന്നൊക്കെ ബ്രാഞ്ചസ് ലൈൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ബെൻഡിങ് അവിടെ കൊണ്ട് പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആവുമല്ലോ. പക്ഷെ മനസ്സിലായോ? ഇവിടുന്ന് ഒരു വെള്ളം നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്, ഇവിടുന്ന് വെള്ളം ഫോഴ്സിൽ വരുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു എയർ പോക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, എയർ സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ബെൻഡിങ് അവിടെ കൊണ്ട് എന്ത് സംഭവിക്കാം? ആ എയർ അവിടുത്തെ അല്ലെ? എയർ പോക്കറ്റ്സ് അവിടെ ഉണ്ടാവും. ആ എയർ പോക്കറ്റ്സിന്റെ പ്രഷർ എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മൾ വെലോസിറ്റിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ നമുക്കിവിടെ വെറുതെ ഒരു ബെൻഡിങ് മാത്രം മുകളിൽ കൊടുത്തിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടുന്നും ബെൻഡിങ് കൊടുക്കണം. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഇതുപോലെ എയർ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് വേറൊരു പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ വേസ്റ്റിന്റെ ലൈൻ ആണെങ്കിൽ എനിക്ക് എന്താണ് ഇങ്ങനെ എയർ പുറത്തോട്ട് പോകണം, മേലോട്ട് പോകണം. അപ്പൊ മനസ്സിലായോ എന്താ സംഭവം? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഒരു എക്സ്ട്രാ പൈപ്പ് ഞാൻ കൊടുക്കുമ്പോഴാണ് അതിന് ഞാൻ എന്താ പറയാ, സെക്കൻഡറി വെന്റിങ് പറയാം. കൊടുത്തു കിട്ടിയ ഞാനിപ്പോ പറഞ്ഞ സാധനം തിരിച്ച് ഇതുപോലെ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്? പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാൻ പറ്റും? എന്റെ ഒരു സമാധാനത്തിന് എത്ര മനസ്സിലായി നോക്കാം. ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഫസ്റ്റ് 2 സിസ്റ്റം പറഞ്ഞു, പിന്നെ ഒരു സിംഗിൾ പൈപ്പിന്റെ കേസ് പറഞ്ഞു, പിന്നെ ഡബിൾ പൈപ്പിന്റെ കേസ് പറഞ്ഞു. ആ ഡബിൾ പൈപ്പ് എടുക്കാനുള്ള കാര്യം 2 ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് അവിടെ. ഇനി അതിന്റെ മുകളിൽ ഒരു വെന്റിലോട് കൊടുക്കും. വെന്റിലോട് കൊടുത്തപ്പോൾ ആ എയർ മുകളിലോട്ട് കൊടുക്കും. വെന്റിലോട് എന്താണെന്ന് മനസ്സിലാക്കാത്ത അറിയില്ല അവിടെ. എന്റെ കൈ കൊടുക്കുക, വളരെ സിമ്പിളാണ്. കൃത്യമായിട്ട് മനസ്സിലാവാത്ത വെന്റിലോട് എന്താണ്? ഒന്ന് ഗൂഗിളില് ഈ പേര് ജസ്റ്റ് അടിച്ചു നോക്കി, വെന്റ് കൗഡ് എന്ന് മാത്രം എടുത്തു. കണ്ണില്ലേ? പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ആ വെന്റ് കൗഡ് ആണ് നമുക്കിവിടെ എയറിനെ റിലീസ് ചെയ്തത്. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ഈ സ്റ്റാക്കിന്റെ മുകളിൽ നേരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി വെന്റിലോട്ട് പോകും. ഇതാണ് സെക്കൻഡറി വെന്റ്. അപ്പൊ സെക്കൻഡറി വെന്റ് എങ്ങനെ കണക്ട് ചെയ്യണം? വെർട്ടിക്കൽ ആയിട്ടുള്ള പൈപ്പിൽ നിന്ന് കണക്ഷൻ കൊടുക്കണം. കാര്യം ഇവിടെ എയർ ബോക്സ് ഉണ്ടാവും. രണ്ടാമത്തത്, ഇവിടെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന്റെയും കണക്ഷൻ കൊടുക്കും. എങ്ങനത്തെ ബ്രാഞ്ച്? ഹൊറിസോണ്ടൽ പൈപ്പ്. അപ്പൊ വെർട്ടിക്കൽ പൈപ്പിൽ നിന്നും ഒരു ടാപ്പിംഗ് പോയി, ഹൊറിസോണ്ടൽ പൈപ്പിൽ നിന്നും ഒരു ടാപ്പിംഗ് പോയി. അപ്പൊ എവിടെ എയർ ഡെവലപ്പ് ചെയ്താലും അവിടെ ഒക്കെ എന്ത് ചെയ്യും? റിലീസ് ചെയ്ത് മാനേജ്. അപ്പൊ നമുക്ക് ഈ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ ഡ്രെയിനേജ് ചെയ്യുമ്പോഴും പ്രൊജക്ട് തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ വെന്റിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്. 1-2 എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അഡ്നോക്കിന്റെ ഒരു പ്രൊജക്റ്റില് നമ്മള് കുറച്ച് ദൂരമുള്ള പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റില് അവിടുത്തെ വാളിന്റെ ഹൈറ്റ്, ബൗണ്ടറി വാൾ ഇല്ലേ, അതായത് പ്ലോട്ട് ഇങ്ങനെയുണ്ട്, പ്ലോട്ടിന്റെ ഉള്ളിൽ ഇവിടെയാണ് അതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു ബൗണ്ടറി വാൾ ആണ്. ഈ ബൗണ്ടറി വാളിന്റെ ഹൈറ്റ് 1.5 അല്ലെങ്കിൽ 1.2 മീറ്റർ ഹൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഈ പ്ലോട്ടിന്റെ ചുറ്റിലും വില്ലകള് വളരെ താഴെ ആയിട്ടാണ്. അതായത് ഈ പമ്പ് മാത്രം റോഡ് ലെവലിലും, ഈ പമ്പിന്റെ ബാക്ക് സൈഡ്, പമ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്രോൾ പമ്പ്, അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് വില്ലകളുണ്ട്. പക്ഷെ അതൊരു 4-5 മീറ്റർ ഡൗൺ ആയിട്ട് ഒരു റോഡ് അവിടെ ഉണ്ട്, ആ സൈഡിലാണ്. മനസ്സിലായോ? അതായത് 2 തട്ടിലാണ് ആ ഏരിയ ഉള്ളത്. ഒന്ന് റോഡ് ലെവലും, മറ്റേത് വളരെ താഴെ. അപ്പൊ ഇവർക്ക് ഈ ഡ്രെയിനേജിന്റെ പൈപ്പ് മുഴുവൻ ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇങ്ങോട്ടാണ്. എന്തിന്റെയൊക്കെ ഡ്രെയിനേജ്? ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് വരുന്നോ അതിന്റെ ഒക്കെ ഡ്രെയിനേജ്. അതിന്റെ ഡ്രോയിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പെട്രോൾ ഫില്ലിംഗ് ഏരിയ ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, കൺവീനിയൻസ് സ്റ്റോർ, സ്റ്റോർ എന്ന് പറയും, അതായത് സൂപ്പർ മാർക്കറ്റ്. പിന്നെ ഇതിന്റെ ഉള്ളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. 14 മുതൽ 20 വരെ എംപ്ലോയീസ് താമസിക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു മസ്ജിദ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ലൂബ് ഓയിൽ, നമ്മൾ കാറിനൊക്കെ ഓയിൽ ഫില്ല് ചെയ്യണ്ടേ, ചെറിയ വർക്ക്ഷോപ്പുകൾ, ഓയിലും ഫിൽറ്ററും മാത്രം മാറ്റുന്ന വർക്ക്ഷോപ്പുകളില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു LPG സ്റ്റോർ ഉണ്ട്. അപ്പോ പബ്ലിക് വന്നുകൊണ്ടിരിക്കും, കൂടാതെ പുറത്തുനിന്നുള്ള ആൾക്കാരും ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ഡ്രെയിനേജിന്റെ കംപ്ലീറ്റ് സിസ്റ്റം കൊണ്ടുപോയിട്ടുള്ളത് ഈ ഭാഗത്തോട്ട് അണ്ടർഗ്രൗണ്ട് വഴി കൊണ്ടുപോയിട്ടുണ്ട്.
ഈ ലൈന് നേരെ ഇവിടെ ഉള്ളൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷൻ എന്താണ്? അവിടെ ഓൾറെഡി ഡ്രെയിനേജിന്റെ ഒരു പൈപ്പ് നെറ്റ്വർക്ക് ഉണ്ട്, അതിലോട്ട് കണക്ഷൻ കൊടുക്കും. ഇവിടെ നമുക്ക് സെപ്റ്റി ടാങ്ക് വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. സെപ്റ്റി ടാങ്ക്, ഹോൾഡിംഗ് ടാങ്ക്, സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുത്തിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ അതിലോട്ട് കണക്ട് ചെയ്യുക. ഇനി ഈ പറഞ്ഞ സെഗ്മെന്റില് ഈ ലാസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെ ഒരു മാൻഹോൾ കണ്ടില്ലേ? നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന സാധനം അല്ലെ, തുറന്നിട്ട് ഉള്ളിൽ കിടന്ന സാധനം. ഈ മാൻഹോളിന്റെ വെന്റ് പൈപ്പ് അവിടെ കൊടുത്തു. വെന്റ് പൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ വാളിന്റെ ഹൈറ്റ് എത്ര? 1.2 അല്ലെങ്കിൽ 1.5. വെന്റ് പൈപ്പ് കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കുക? നിങ്ങളെ വീട്ടിലൊക്കെ വെന്റ് പൈപ്പ് എവിടെയാണ്? ഏറ്റവും ടോപ്പ് വരെ പോരാ. ഇവിടെ എത്ര ടോപ്പ് വരെ പോകാൻ പറ്റും? 1.5 മാക്സിമം അല്ലേ? അപ്പൊ അവിടെ എങ്ങനെ വെന്റ് പൈപ്പ് കൊടുക്കും? ഇതിന്റെ അടുത്തൊന്നും ബിൽഡിംഗ് ഇല്ല, ഇവിടെ ബിൽഡിംഗ് ഇല്ല. ഈ വെന്റ് പൈപ്പ് എങ്ങനെ കൊടുക്കും? വെന്റ് പൈപ്പ് എന്തിനാ മനസ്സിലായില്ലേ? എവിടെയെങ്കിലും എയർ പോക്കറ്റ്സ് വന്നാൽ അതൊക്കെ റിലീസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ പണിയും. അപ്പൊ എന്താ, അതല്ല ഇവിടുന്ന് മൊത്തം ലൈനും ഒറ്റ പൈപ്പിലൂടെ ഔട്ടായിട്ട് പോകും. കൂടുതൽ ഫ്ലോ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കംപ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഈ വെന്റ് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ അതാണ്. നമുക്കിത് 1.5 ചെയ്യാൻ കഴിയും. ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലത്തെ ആ ഓട്ടോമാറ്റിക് എയർ വെന്റിങ് സിസ്റ്റം കൊടുക്കുക. അതൊരു ഓപ്ഷനാണ്, എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു ലൈന് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇനി അതല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്താ? അടുത്തൊരു ഓപ്ഷൻ ഈ പൈപ്പ്, ഈ വാളിൽ നമ്മളിങ്ങനെ വെർട്ടിക്കൽ പൈപ്പ്, ഇതുപോലെ ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെന്റ് പൈപ്പ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഭാഗം ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ സൈഡ് പടിഞ്ഞാറ് സൈഡാണ്. അപ്പൊ നമ്മൾ വേറൊരു സാധനം മുമ്പ് പറഞ്ഞു തരുന്നു, ഓർമ്മ ഉണ്ടാവും. അവിടുത്തെ പ്രശ്നം ഏറെ അവിടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്രോൾ അടിക്കുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സുഗന്ധം ഇങ്ങനെ വന്നിട്ടുണ്ട്. വിഷയം മനസ്സിലായോ? ഈ പെട്രോളിന് എത്ര വലിയ ഹൈഫൈ സാധനമാക്കി കഴിഞ്ഞാലും ഈ സ്മെല്ല് വന്നാൽ തീരുന്നില്ല. ശരിയാണോ? അതെന്താ? അത്രയധികം വേസ്റ്റ് ഇതിൽ കണക്റ്റഡ് ആണ്, പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഈ പൈപ്പ് നമ്മൾ ചെയ്തത് യു ടേൺ അടിച്ചിട്ട്, പൈപ്പിന് യു ടേൺ അടിച്ചിട്ട് കുറച്ച് ഡൗൺ ആക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചത്. നേരെ മേലോട്ട് പോയാൽ സ്പ്രെഡ് ചെയ്യും. അപ്പൊ ആ മതിലിന്റെ അപ്പുറത്തോട്ട് ജസ്റ്റ് യു ടേൺ അടിച്ചിട്ട് അവിടെ ഒരു കൗള് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ PFAS സിസ്റ്റം. അപ്പൊ ഇതൊരു കേസ്. രണ്ടാമത്തെ കേസ്, ഈ പൈപ്പ് നേരെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ടെറസിലോ റൂഫിലോ ആണ് ഈ പൈപ്പ് വെച്ചിരിക്കുന്നത്. സാധാരണ GCC കമ്പനീസിലുള്ള റൂൾ അനുസരിച്ച് 1.5 മീറ്റർ ഹൈറ്റ് റൂഫിൽ നിന്ന് പോകണം. ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്താണോ അല്ലെങ്കിൽ റൂഫിന്റെ ആ പൊസിഷൻ എന്താണോ അവിടുന്ന് 1.5 മീറ്റർ ഹൈറ്റിലോട്ട് പോയിട്ടാണ് ഈ വെന്റുകൾ വെക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ തറയിൽ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലോവർ ലെവലിൽ വെക്കാൻ പാടില്ല. അപ്പൊ അത് നല്ല ഹൈറ്റിൽ ചെയ്യും. എന്താ പ്രശ്നം അറിയോ? ഈ സ്മെല്ല് ഈ റൂഫിലും മിക്കവാറും ഫാമിലീസും മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ പോയി കാറ്റുകൊള്ളാനൊക്കെ ഇരിക്കും അല്ലെ, റൂഫ് ഗാർഡൻസ് ഒക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ അതിനെ ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഇത് അത്ര ഹെൽത്തി സാധനമല്ല, കാര്യം ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ, അപ്പൊ ഹെൽത്തി അല്ല. അപ്പൊ ഇത് ഈ ഒരു മുകളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂഫിലെ ഹെൽത്ത് ക്ലബ്ബ് പോലുള്ള സാധനങ്ങൾ, ജിമ്മുകളും അതുപോലെ സ്വിമ്മിംഗ് പൂളുകൾ അതൊക്കെ ഉണ്ടാവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് മനസ്സിലായി? അപ്പൊ അതൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കേസാണ്. അപ്പൊ ഇതില് പ്രഷർ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നെ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെയാണെന്ന് നോക്കാം. ഇതിപ്പോ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു റെസിഡൻഷ്യൽ ടൈപ്പ് ബിൽഡിങ്ങോ ഒരു പിന്നെ ഹൈറൈസ് ബിൽഡിംഗ് അങ്ങനത്തെ ടൈപ്പ് ഒന്നും ചെയ്യാം. അപ്പൊ ഹൈറൈസിന് എത്രയും സൈസ് വേണ്ടത്? 7 ഫ്ലോർ വരെ എത്രയാണ്, 7 ഫ്ലോറിന് മുകളിലോട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളിത് ഓരോ പ്രൊജക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഓരോ പ്രൊജക്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ട്. കുറച്ച് കൂടുതൽ ഫയലുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, പിന്നീട് ഷെയർ ചെയ്ത് തരാം. ടൈപ്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇത് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് അല്ല, ജസ്റ്റ് പറയാമെന്ന് മാത്രം. നിങ്ങൾ ഇതിൽ ഏത് സെഗ്മെന്റ് ആണ് വരുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യുക. അപ്പൊ ആർക്കിടെക്ചർ ബിൽഡിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിൽഡിംഗ്. അഗ്രികൾച്ചർ ബിൽഡിങ്ങിൽ ഞാൻ ജസ്റ്റ് 1-2 പേരുകൾ പറയാം. ഗ്രീൻ ഹൗസ്, കൗ ഷെഡ്, അതുപോലെ അനിമൽ ഷെൽട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റേബിൾസ്, ഓൾറെഡി ഹോഴ്സ് സ്റ്റേബിൾസ് പറഞ്ഞിട്ടുണ്ട്. കമേഴ്ഷ്യലിൽ പറയുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ, കാർ വാഷ്, ഡ്രഗ് സ്റ്റോർ, ഹോട്ടല്, ഒരുപാട് പരിചയമുള്ള റെസ്റ്റോറൻറ്റ്, വെയർ ഹൗസ്, സൂപ്പർ മാർക്കറ്റ്. റെസിഡൻഷ്യൽ പറയുകയാണെങ്കിൽ അപ്പാർട്ട്മെന്റ്സ്, ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ്, അതായത്
അപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഉള്ളില് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, കോഴിക്കോട് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ താഴെ ഹോട്ടൽസ് ആണ്, നേരെ മുകളിൽ ബാങ്കാണ്. ബാങ്ക് കഴിഞ്ഞാൽ അടുത്ത 3 ഫ്ലോർ റെസിഡൻഷ്യൽ ഫ്ലാറ്റുകളാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഫ്ലാറ്റുകൾ ഉണ്ടാവും. പിന്നെ ഡോർമെട്രീസ് ഉണ്ട്, ടൗൺ ഹൗസിലുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത്രയധികം കാറ്റഗറീസ് ഉണ്ട്, ഇതിലും കൂടുതലുണ്ട് കേട്ടോ. ഇത്രയധികം കാറ്റഗറീസ് നമുക്ക് ഡിഫറെന്റ് ഉണ്ട്. മെഡിക്കൽ ആകുമ്പോഴോ ക്ലിനിക്കുകൾ വരാം, ഫാർമസികൾ വരാം, അല്ലേ? പിന്നെ ഡയഗ്നോസിങ് സെന്റേഴ്സ് ഇല്ലേ, നമ്മളെ MRI സ്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡേ കെയർ ഹോസ്പിറ്റൽസ് വരാം, രാവിലെ മാത്രം. ചില ഗവൺമെന്റ് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടല്ലേ, രാവിലെ മാത്രം വർക്ക് ചെയ്യുള്ളൂ, അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും. ഇനി അതേ ഗവൺമെന്റിന്റെ തന്നെ വേറെ താലൂക്ക്, ഇതിപ്പോ താലൂക്ക് സെൻട്രൽ ഹോസ്പിറ്റലാണ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നോക്കില്ലേ 3-4 ബിൽഡിംഗ് റെസിഡൻഷ്യൽ പർപ്പസ് അല്ല, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള പർപ്പസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ബിൽഡിംഗ് ഏതൊക്കെയാ? പല ടൈപ്പ് ആൾക്കാർ, പല ടൈപ്പ് ഏജുകൾ, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ വരുന്ന പിന്നെ ലൈബ്രറീസ്. ഇന്നലെ ഇപ്പോ ഗൾഫ് എറ്റേണിറ്റി ഞാൻ പറഞ്ഞില്ല, ഗൾഫ് എറ്റേണിറ്റി സൗദിയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത്, ഒരു യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ 18 ലൈബ്രറി, ഒരു അല്പുള്ള ലൈബ്രറി അല്ല, ഒരു ബിൽഡിങ്ങിന്റെ ലൈബ്രറി. കാര്യം ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ലൈബ്രറീസ് ആണ്. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഈ സിസ്റ്റം. നമുക്ക് ഓരോ ബിൽഡിംഗും സെറ്റ് ചെയ്യാൻ പറ്റും, ഓരോ ബിൽഡിംഗും ഈ വേസ്റ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ സെൻട്രൽ പ്ലാന്റുകളും സെൻട്രലൈസ്ഡ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് ഒരുപാട് ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്. ഓരോന്ന് നോക്കണം എന്താ വെച്ചാൽ ഓരോന്നിലും എന്തെല്ലാം ടൈപ്പ് വേസ്റ്റ് വരുന്നുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ കോഴിക്കോട് തന്നെ ഒരു ഹോട്ടലില് ഏകദേശം 19,000 ലിറ്റർ വെള്ളമാണ് ഡെയിലി അവിടെ വേസ്റ്റിൽ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കിണർ വെച്ചാൽ ഇതിന് വെള്ളം കിട്ടും. ഓക്കെ, നമ്മളെ വീട്ടിൽ എത്ര 1000 ലിറ്റർ, അവിടുത്തെ ഒരു കിണർ കൊണ്ട് ഈ ഹോട്ടലിലെ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയധികം ഹ്യൂജ് കപ്പാസിറ്റിയാണ്. പിന്നെ അവര് രാത്രി 3 മണി വരെ, രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 3 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റോറന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറന്റ്. അപ്പൊ അതില് സീറ്റിന്റെ എണ്ണം തന്നെ ഏകദേശം 250-300 സീറ്റ്. അത്രയും വലിയ ഹോട്ടലാണ്, ഞാൻ പേര് പറഞ്ഞില്ല, നമുക്ക് അറിയുന്ന ഹോട്ടൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത്രയും വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് കളക്ട് ചെയ്യുക? ഈ വെള്ളം അങ്ങോട്ട് കളയാൻ അല്ലെ? ഹോട്ടലുകളിൽ സാധാരണ കൂട്ടിപ്പോണ ഒരു പ്രശ്നം ഇങ്ങനത്തെ ഈ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളായിരിക്കും. രണ്ടാമത്തത് വൃത്തിയില്ലാത്ത പ്രശ്നം. വൃത്തി ഇപ്പോ ഒരു ഇതൊക്കെ എല്ലാവരും കെയർഫുൾ ആണ്. പല പല അസുഖങ്ങൾ വരുമ്പോൾ ഹോട്ടലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ ഹോട്ടലിന്റെ പേരിൽ പബ്ലിസിറ്റി കിട്ടും, കിട്ടുമ്പോൾ അതോടുകൂടി അവർക്ക് കൂട്ടിയിട്ടാണ് പോകാം, അല്ലെ? പരിപാടി ചെയ്യും. ന്യൂസിലാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ കൂട്ടി പോകാം. അപ്പൊ റീസെന്റ് ഒരുപാട് ഹോട്ടൽസ് അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ പറയണത് വെച്ചാല് നമുക്ക് ഇനി വരാനുള്ളത് ഒരു അറബിക് റെസ്റ്റോറന്റ് ഉണ്ട്, അതിന്റെ ഡിസൈനിലോട്ട് വരും. മനസ്സിലായി? അപ്പൊ ഇത്രയധികം പ്രൊജക്ടുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. ഈ ഓരോ പ്രൊജക്റ്റും ഓരോ ടൈപ്പിലാണ്. അതുകൊണ്ട് പ്ലംബിംഗ് എന്ന് വിചാരിച്ചാൽ ഒരു സാധാരണ പ്ലംബിങ്ങിന്റെ പണി എല്ലാം ആദ്യം മനസ്സിലാക്കും. ക്ലിയർ ആണ്? നമ്മള് ഒരു വീട്ടിലെ വില്ലന്റെ പ്ലംബിംഗ് ചെയ്തതുകൂടി അതോട് കഴിഞ്ഞു വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക്കലിന്റെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സിവിലിന്റെ ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരോട് പറയാം, സിവിലിലും ഇലക്ട്രിക്കലിലും എപ്പോഴും കോമ്പിനേഷൻ ഫസ്റ്റ് വരുന്നത് പ്ലംബിംഗാണ്. സൈറ്റിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉള്ളൂ, അവരോട് പറയും പ്ലംബിംഗിന് നോക്കാം. അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്ത് ഒരിക്കലും, കാര്യം ഇതിന്റെ കോംപ്ലിക്കേഷൻ ചില്ലറല്ല. ഞാൻ ഒരു ഈജിപ്ഷ്യൻ റെസ്റ്റോറന്റ് ഉണ്ട് ഷാർജ ബേസ് ചെയ്തിട്ട്, അതിന്റെ ഒരു ഡ്രോയിങ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിൽ ചാനൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ബേസ്മെന്റ് ഫ്ലോർ കംപ്ലീറ്റ് കിച്ചണാണ്. അതിൽ ഒരു സൈഡ് മീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ഒരു സൈഡിൽ വെജിറ്റബിൾ പ്രിപ്പയർ ചെയ്യുന്നു, ഒരു സൈഡിൽ കുക്കിംഗ് ആണ്, ഒരു സൈഡിൽ ഡ്രൈ സാധനങ്ങൾ, ഒരു സൈഡിൽ ഉപ്പിലിട്ട സാധനങ്ങളില്ലേ, ഇതുപോലത്തെ കുറെ സാധനങ്ങൾ. ഇങ്ങനെ പല സെഗ്മെന്റ് ആയിട്ടാണ് അവിടെ ട്രാക്ക് ചെയ്ത് വെച്ചത്. ഒരാൾക്ക് ഒരു പണി മാത്രമേ. അയാൾ രാവിലെ വന്ന് വെജിറ്റബിൾ കട്ട് ചെയ്യുന്നത് വെജിറ്റബിൾ തന്നെ കട്ട് ചെയ്യും, വേറൊരു പണിയില്ല. മനസ്സിലായോ? അപ്പൊ അത് ഒരു ചാനലൊക്കെ വെച്ച്, ഫ്ലോറിലൊക്കെ ചാനൽ വെച്ച് കംപ്ലീറ്റ് മാൻഹോള് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് മാൻഹോൾസ് സെറ്റ് ചെയ്തത്. നമ്മൾ ഇവിടുത്തെ പോലെ പുറത്തുള്ള ആ പൈപ്പ് വലിയ വലിയ മാൻഹോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ സാധനല്ലേ, ആ സെയിം സംഭവം ബിൽഡിംഗ്. പക്ഷെ ആ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകത എന്താ പറയുക, ആ ബിൽഡിങ് നല്ല രസമായിരുന്നു, പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ ആ ബിൽഡിങ്ങിന്റെ വർക്ക് ചെയ്യാൻ നല്ല രസം. കാര്യം എന്താ വെച്ചാൽ ഷാർജയിൽ ഒരു സൈഡ് കോർണിഷ് ഏരിയ, സീ സൈഡ് ആണ് ഈ ഭാഗം. ആ ബിൽഡിംഗ് ഇരിക്കുന്നത് ഇവിടെ.
ഈ ബിൽഡിങ് 3 ഫ്ലോർ മേലോട്ട്. ഇതിന്റെ രണ്ടാമത്തെ ഫ്ലോറിലോട്ടുള്ള എൻട്രി ഈ സൈഡിലാണ്. ഇവിടെ വേറെ കെട്ടാണ്. അപ്പൊ ഇതിലേതാ ബേസ്മെന്റ്? ഇവിടെ നിൽക്കുമ്പോ ബേസ്മെന്റ് ഉണ്ടാ? ഇവിടെ നിൽക്കുമ്പോ ബേസ്മെന്റ് ഉണ്ടാ? കേട്ടോ, ഉണ്ട്. അപ്പൊ നിങ്ങൾ ഗവൺമെന്റിനോട് ബേസ്മെന്റ് എത്ര ചോദിച്ചാൽ ഉത്തരം പറയാം. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ അവർ ഡിസൈൻ ചെയ്തതിൽ ബേസ്മെന്റിൽ കിച്ചൺ എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒരിക്കലും കാറുകൾ അണ്ടർഗ്രൗണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ റോഡ് കൂടി വന്നു കഴിഞ്ഞാൽ നേരെ എൻട്രി കിച്ചണിനുള്ളിൽ. അവർക്ക് അവിടെ നിന്ന് തന്നെ അൺലോഡ് ചെയ്യാം, ലോഡ് ചെയ്യാം, പെട്ടെന്ന് പാക്ക് ചെയ്യാം, പുറത്തു പോവാം. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഹോം ഡെലിവറി സാധനങ്ങൾ, മീൻസ് ഔട്ട്ഡോർ ഇല്ലേ, പാർസൽ സർവീസ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഭയങ്കര ബിസി ഏരിയ ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഹോട്ടലിൽ ഭയങ്കര ഉത്തരം കച്ചവടം. ഇങ്ങനത്തെ കുറെ ഹോട്ടലുണ്ട് അവിടെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബേസ്മെന്റിന്റെ ഡ്രോയിങ്സ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ തിയറി പാർട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ചില പ്രൊജക്ടുകൾ എന്നൊക്കെ പറയാം. നിങ്ങളെ നാട്ടില് ഏത് ഹോട്ടൽസ് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പോയി കഴിഞ്ഞാലും ബേസ്മെന്റ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെയൊക്കെ സ്മെല്ല് വരുന്നതാണ്. STP പ്രോപ്പർ ആവില്ല. അവിടുത്തെ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, ഇത് പ്രോപ്പർ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ സ്മെല്ല് ഇല്ലാതെ വന്നിട്ടുള്ളൂ. ഈ കോഴിക്കോട് എറണാകുളത്ത് പോയാലും ഇതിന്റെ അവസ്ഥ. അപ്പൊ ബേസ്മെന്റിൽ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ കൺസൾട്ടന്റ് പറഞ്ഞൊരു വാക്കുണ്ട്, എയർ ടൈറ്റ് വാട്ടർ ടൈറ്റ് ആയിരിക്കണം മാൻ ഹോൾസ് എന്ന് പറയും. മനസ്സിലാവും? അതിലൊരു GRPന്റെ സാധനമൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യും. പിന്നെ ഒരു സ്മെല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പാസ് ചെയ്യില്ല, ഒരിത്തിരി സ്മെല്ല് പോലും പാസ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ചില ഡേഞ്ചർ സിറ്റുവേഷൻസ് കാണാം. അപ്പൊ ചെന്നൈയിൽ മഴ പെയ്താൽ എന്താ ഉണ്ടാവുക? എല്ലാം പൊട്ടും. ഒരു സ്ഥലം ഒഴിവില്ലാതെ പൊട്ടില്ല. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് അവിടെ ചെയ്ത ആ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, ആ ഡെവലപ്മെന്റിൽ അവിടെ നിന്ന് തന്നെ ഡിസൈൻ പാടിപ്പോയി. എത്ര ആൾക്കാരെ അനുഭവിക്കുന്നുണ്ട് അല്ലെ? റെസ്റ്റോറന്റുകൾ എത്ര ആൾക്കാരെ കൂട്ടിപ്പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് റീഓപ്പൺ ചെയ്യും. അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. ഈ തൃശ്ശൂർ പോയാൽ ചില സ്ഥലത്ത് വെള്ളം കയറുന്ന പ്രശ്നമുണ്ട്. അതുപോലെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ റോട്ടിൽ വെള്ളം കയറുന്നു. അതവിടെയൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് അവിടുത്തെ ആൾക്കാർ ഭക്ഷണം കഴിക്കുക? മനസ്സിലായോ? അപ്പൊ ഇത് കളിക്കാൻ പോണ ചില്ലറ കളിയല്ല. ഒരു AC കൂളിംഗ് കുറയില് നമുക്ക് മെഷീനാണ് മാറ്റിയേക്കാം അല്ലെ? ഇലക്ട്രിസിറ്റി പ്രശ്നമാണെങ്കിൽ വയർ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കി വെക്കാം. ഡ്രെയിനേജ് പോവാണെങ്കിൽ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന്റെ അടിയിലാവും, സബ്സ്ട്രക്ചറിന്റെ ആവും, സൂപ്പർ സ്ട്രക്ചർ അല്ല. ചിലപ്പോൾ കോൺക്രീറ്റ് 1 മീറ്റർ ഡെപ്ത് ഉള്ള സാധനങ്ങൾ ഉണ്ടാവും. അവിടുന്ന് വികാസം കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ഒന്ന് കുത്തി. ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് പൊളിച്ചാലും പ്രശ്നമാണ്. കാര്യം ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിന്റെ ബാലൻസ് മൊത്തം തെറ്റും. ബാലൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പ്രശ്നമാണ്. അത്രയും ഡേഞ്ചറാണ് ഈ സിറ്റുവേഷൻ. മനസ്സിലായി? അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സംഗതി ചെറിയ ചെറിയ കാര്യങ്ങളാണ്. 1+1 = 2 എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷെ ഒരു എഞ്ചിനീയർ ഫുൾ ടൈം അവിടെ പ്രസന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് MEP പഠിക്കുമ്പോൾ ആദ്യത്തെ ലെസൺ ഒരു പുതിയ പ്രൊജക്റ്റ് ആണ് വരുന്നത്, പ്ലംബിംഗ് ആണെങ്കിൽ ചെറിയ പണിയില്ല, 2 പൈപ്പുകളാണ് ഇട്ടിട്ട് അത്രേ പറയണ്ടാവുള്ളൂ. അപ്പൊ സൂപ്പർവൈസർ ഞങ്ങൾ ഇട്ടോളാം, പ്രശ്നമില്ല. ടെക്നീഷ്യൻ പറയും ഞങ്ങൾ ഇട്ടോളാം. ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഉടനെ ക്വസ്റ്റ്യൻ കേട്ടാ താൻ എവിടെയുണ്ട്, ആദ്യത്തെ ക്വസ്റ്റ്യൻ. അവിടെ സൈറ്റിൽ ഉണ്ടായിരുന്നു, ഇല്ല ഞാൻ ഓഫീസിൽ. സൂപ്പർവൈസർ ആയിരുന്നു ചെയ്തു. പിന്നെന്തിനാ ഞാൻ അവിടെ അപ്പോയിന്റ് ചെയ്തു? നമ്മളെന്തിനാ അപ്പോയിന്റ് ചെയ്ത് കൊടുക്കും? ഇപ്പൊ പ്ലംബിങ്ങിന്റെ ഒരു പ്രത്യേകത സ്പോട്ടിൽ ഉണ്ടായിരുന്നു. എത്ര ചെറിയ പണിയാണ്, കാര്യം മൈന്യൂട്ട് കാര്യങ്ങളായിരുന്നു ഫ്യൂച്ചറിന് വലിയ തലവനായിരുന്നു. ചെറിയ ചെറിയ കാര്യം. ഇപ്പൊ നമ്മൾ ഈ നാളെ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ ഇൻസ്റ്റാളേഷൻ, അതും ഇതുപോലത്തെ പ്രശ്നം. അപ്പോ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഇന്ന് നോക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഈ സിസ്റ്റത്തിലോട്ട് മൊത്തം വരണം. അപ്പൊ അതിൽ ട്രാപ്പുകൾ എന്ന് പറഞ്ഞ സംഭവം, പല ടൈപ്പ് ട്രാപ്പുകൾ ഉണ്ട്. ആ ട്രാപ്പുകൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാപ്പിന്റെ സിസ്റ്റം മുഴുവൻ വരച്ചു വെച്ചിട്ട് ഈ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് അത് നമുക്ക് പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ക്ലിയർ ആണോ? ഒത്തിരി പറഞ്ഞത് ചെറിയൊരു പ്രൊജക്റ്റിൽ നിന്ന് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊജക്റ്റിലോട്ട് എങ്ങനെ വരണം? അത് വെർട്ടിക്കൽ ആയിട്ടുള്ള പൈപ്പ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പൈപ്പ് ഉണ്ടാവും. ഈ ഹോട്ടൽ പ്രൊജക്റ്റിൽ ഞാൻ കാണിച്ച ഹോട്ടൽ പ്രൊജക്റ്റിൽ ഏത് സെഗ്മെന്റ് ആയിട്ട് ഏറ്റവും കോംപ്ലിക്കേഷൻ, വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? ആകെ 2 ഫ്ലോർ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ പൈപ്പുകൾ എങ്ങനെ ഉണ്ടാവുക?
ഹൊറിസോണ്ടലാണ്. ആ കിച്ചണിൽ തന്നെ ഉണ്ട് ഹൊറിസോണ്ടലായിട്ട് കുറെ അണ്ടർഗ്രൗണ്ട് വരുന്നത്. നേരെ മറിച്ച് ബിൽഡിങ്ങിനെ സംബന്ധിച്ചോളം ഹൊറിസോണ്ടൽ പൈപ്പ് എമൗണ്ട് അല്ലെങ്കിൽ ലെങ്ത് കുറവും വെർട്ടിക്കൽ കുറെ കൂട്ടുന്നു. നമ്മളെ വീട്ടിലൊന്നും ആലോചിക്കുക, വീട്ടിലെ ബാത്റൂമിന്റെ പൈപ്പ് ജസ്റ്റ് ടോയ്ലറ്റിന്റെ പുറത്തോട്ട് ചാടുന്നു, പിന്നെ വെർട്ടിക്കലായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ ഹൊറിസോണ്ടൽ തന്നെ ചിലപ്പോൾ ഒരു മീറ്ററിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ ഈ ബ്രാഞ്ച്. മനസ്സിലായി? അത് ഇതിൽ വേറൊരു ഡേഞ്ചർ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഈ സീലിംഗിന്റെ ഉള്ളിൽ കൂടി ഡ്രെയിനേജിന്റെ പൈപ്പ് കൊണ്ടുപോകുന്നു ചെയ്തു. ഇതില് ഹൊറിസോണ്ടൽ പൈപ്പിന്റെ റണ്ണിങ് കൂടുതലായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ചെറിയൊരു സോക്കറ്റിനുള്ളിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, എന്താ ആ ഏരിയ എടുത്ത് വെക്കും ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ പൈപ്പിൽ ബെൻഡ് പാടില്ല. ഹൊറിസോണ്ടൽ പൈപ്പ് മാക്സിമം ലെങ്ത് കുറച്ചിരിക്കും. ലെങ്ത് എത്ര കൂടുന്നോ, എത്ര ഫിറ്റിങ്സ് കൂടുന്നോ അത്രയും റിസ്ക് കൂടും. മനസ്സിലായി? പക്ഷെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ഇതുപോലത്തെ റെസ്റ്റോറന്റ് പൈപ്പിലൊക്കെ നമുക്ക് ആ ഹൊറിസോണ്ടലിന്റെ റണ്ണ് കുറക്കാൻ പ്രയാസം. കാര്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകും, ലെങ്ത്തിൽ പോകും. ബേസ്മെന്റ് ഇതുപോലെ തന്നെ. കാര്യം എന്താ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ലാസ്റ്റ് വരെ പോകും. അപ്പോൾ ബേസ്മെന്റ് ഡ്രെയിനേജും നമുക്ക് അതിൽ ഇതൊരു പാർട്ട് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് എവിടുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെയൊക്കെയാണ് ട്രാപ്പുകൾ ഉള്ളത്. അപ്പൊ ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എങ്ങനെയാണ് ഈ ട്രാപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ അതിൽ നമുക്ക് ചെറിയൊരു ഫയൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൈൻഡിൽ വെക്കാനുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നിങ്ങൾ ഒരു ഡ്രെയിനേജിന്റെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിന്റെ ഗൈഡ് ലൈൻസ് ഫുള്ള് വായിച്ചു നോക്കുക. ഒരു മടി കൂടാതെ വായിച്ചു നോക്കുക, ആദ്യം മുതൽ അവസാനം വരെ. ചെറിയൊരു പോയിന്റ് മതി, ചിലപ്പോൾ ലാസ്റ്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ, 12056 ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ. ആ നമ്പർ ബേസ് ചെയ്തിട്ട് കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ബുക്ക് ഒരു കുറച്ച് പേജ് ഉള്ളൂ, അതും ഇതുപോലെ വായിക്കാം. അപ്പൊ ഈ സ്പെസിഫിക്കേഷൻ വായിക്കാതെ തുടങ്ങരുത്. എന്തുകൊണ്ടാ വെച്ചാൽ, ഇപ്പൊ ഞാൻ പറയാണ് ഔട്ട്ഡോർ പൈപ്പ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൈപ്പ് 6 ഇഞ്ചിന്റെ പൈപ്പാണ്, UPVC പൈപ്പാണ്, റെഡ് കളർ പൈപ്പാണ്, അത് പ്രഷർ പൈപ്പാണ് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുക. റെഡോ പ്രഷർ പൈപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പൈപ്പ് ചിലപ്പം ഒരു നമ്പറിലേക്ക് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഒറ്റ നമ്പർ, 44 ഡിജിറ്റിന്റെ നമ്പർ. ആ നമ്പർ നമ്മൾ ഇതിൽ കാണുന്നില്ല, ഇങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് കാണുന്നില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലയിലുണ്ടെന്ന് ശേഷം എന്താ സംഭവിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു പൈപ്പ് സജസ്റ്റ് ചെയ്യും, അത് അവിടെ മുഴുവൻ ലോഡ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം കൺസൾട്ടന്റ് ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ പൈപ്പ് എല്ലാം അവിടെ മാറ്റുന്നത്. നമ്മൾ മനസ്സിലായോ? ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ സാധാരണ BOQ എടുക്കുന്ന സമയത്ത് അതിൽ പ്ലംബിങ്ങിന്റെ BOQ ഉണ്ടാവും, അല്ലെങ്കിൽ മെക്കാനിക്കലിന്റെ BOQ ഉണ്ടാവും, ഇലക്ട്രിക്കലിന്റെ BOQ ഉണ്ടാവും, അതുപോലെ സിവിലിന്റെ BOQ ഉണ്ടാവും. ഇതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. സ്പെസിഫിക്കേഷനിലും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു വോളിയം വലുപ്പമുള്ള, ഈ വലുപ്പമുള്ള അല്ലെങ്കിൽ ഇതിനെക്കാളും വലുപ്പമുള്ള ബുക്കുകളാണ്. ചിലതിലൊക്കെ 13-15 വോളിയംസ് ഉണ്ടാവും. സ്പെസിഫിക്കേഷൻ മാത്രം വായിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാ? അറ്റ്ലീസ്റ്റ് നമ്മുടെ സെഗ്മെന്റെങ്കിലും വായിക്കും. പിന്നെ നമ്മളെ സെഗ്മെന്റ് വായിച്ചാലും മതിയാവും. അതാണ് ഒരു പ്രൊജക്റ്റിൽ സംഭവിച്ചതാണ്. സിവിലിന്റെ സ്പെസിഫിക്കേഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ഓൾ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് പൈപ്പ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പൈപ്പ് ഷാൽ ബി എൻകേസ്ഡ് വിത്ത് 20 സെന്റിമീറ്റർ കോൺക്രീറ്റ് PCC കോൺക്രീറ്റ്. അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ, ഓൾ അണ്ടർഗ്രൗണ്ട് മെക്കാനിക്കൽ പൈപ്പ് എന്ന് പറയുന്നത്, ഡ്രെയിനേജ് ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാ പൈപ്പും എന്ത് ചെയ്യണം, എൻകേസ് ചെയ്യണം കോൺക്രീറ്റ് കൊണ്ട്. എത്ര സെന്റിമീറ്ററിൽ? 20 സെന്റിമീറ്റർ എൻകേസ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പൈപ്പ് വെക്കുമ്പോ അതിന്റെ ഫ്രെയിം ആദ്യം പലകൊക്കെ അല്ലേ, ഷീറ്റ് കൊണ്ട് അടിച്ചിട്ട് ഇതിന്റെ ഉള്ളില് കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. അപ്പൊ ലാസ്റ്റ് എന്താ വരിക, പൈപ്പ് ഒരു കോൺക്രീറ്റ് ബ്ലോക്കിന്റെ ഉള്ളിൽ ഫുൾ ലെങ്ത്. കമന്റ് മനസ്സിലായോ? ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് എവിടെ ഉള്ളത്? സ്പെസിഫിക്കേഷൻ സിവിലിന്റെ സൈഡിൽ. ഏതിന്റെ വർക്കാ? അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഇത് ഇവിടെ കൊടുക്കേണ്ട സ്പെസിഫിക്കേഷൻ ആണോ, ഇവിടെ കൊടുക്കേണ്ട സ്പെസിഫിക്കേഷൻ ആണോ, അത് രണ്ടിൽ കൊടുക്കേണ്ട സ്പെസിഫിക്കേഷൻ? രണ്ടിൽ കൊടുക്കണം. സിവിലിൽ വേണം.
അപ്പൊ നമ്മളൊരു ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് പറയണം ഞങ്ങൾ ഇവിടെ സ്പെസിഫിക്കേഷൻ കണ്ടില്ല. അപ്പൊ ക്ലയന്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ സിവില് നടക്കുന്ന ഒരു പരിപാടി നിങ്ങൾ അറിയും അറിയണ്ടേ? ഈ സിവിലിന്റെ ബ്ലോക്ക് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, എപ്പോഴാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് സീലിംഗ് ചെയ്യുന്നത് അറിയണ്ടേ? അറിയാതെ നമ്മളെങ്ങനെ നമ്മളെ ഷെഡ്യൂൾ ചെയ്യുന്നത്? അപ്പൊ ഇത് മുഴുവൻ വായിച്ചിൽ വെച്ചാൽ എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് കോർട്ടിൽ വരെ കേസ് കൊടുക്കും. ഇത് എന്താ അറിയോ, ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റില് മില്യൺസിന്റെ എമൗണ്ട് വരുന്ന സാധനം. ചെറിയ ലൈൻസ് ഒന്നും അല്ല, 23 മാനുവൽസിന് 40 മാനുവൽസ് 50 മാനുവൽസ് മാനുവൽസിന്റെ പൈപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കലിന്റെ കേബിളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ഇലക്ട്രിക്കലിന്റെ കേബിൾ സിസ്റ്റം എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക്കലിന്റെ മാനുവൽസിന്റെ ഉള്ളിൽ കൂടെ പല പൈപ്പുകളും പോകില്ലേ അല്ലെ? കേബിൾസ് ഇല്ലേ, ആർമേഡ് കേബിൾ, XLPE കേബിളൊക്കെ പോലെ. ആ കേബിൾ പോകുന്ന സമയത്ത് ഓരോ കേബിളിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ഓരോ മാനുവൽസിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന കേസ് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റിന്റെ സൈസ് എത്രയാണ്, ഏതെല്ലാം സർവീസസ് പോകുന്നത്, അത് കംപ്ലീറ്റ് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് നോക്കും. ഒരു സർവീസ് വിട്ടുപോയി നമ്മുടെ ഒരു പൈപ്പിനാണ് മനസ്സിലായോ? അപ്പൊ ഇത് ഈ മാൻഹോളിന്റെ ഉള്ളിൽ ഇത് ഓപ്പൺ ആണ്, പക്ഷെ മാൻഹോളിന്റെ ഇപ്പുറത്തോട്ട് ചിലപ്പോൾ കോൺക്രീറ്റ് ആണ്. അപ്പൊ എന്തിനാണ് ഇതിനുള്ള കോൺക്രീറ്റിന്റെ ആവശ്യം? ഒരുപാട് കാരണങ്ങൾ. ഒന്ന്, മുകളിലുള്ള ലോഡിങ്ങിന്റെ പ്രശ്നം. മനസ്സിലായോ? കേബിള് പലപ്പോഴും ഇത് ചിലപ്പോൾ 100 വർഷം 200 വർഷം ലൈഫുള്ള റെസിഡൻഷ്യലല്ല, ഇൻഡസ്ട്രിയിലാണ്. ഒരു പ്രാവശ്യം ഒരു കേബിൾ മിസ്സായി കഴിഞ്ഞാൽ ആ പ്രൊജക്ടിന്റെ പ്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ സ്റ്റോപ്പായി പോകും. സ്റ്റോപ്പായാൽ എന്താ സംഭവിക്കുക? ഒരു ഓർഡർ അങ്ങ് പോവുകയോ അല്ലെങ്കിൽ അന്ന് പ്രൊഡക്ഷൻ നടന്നില്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കേസ് വരില്ല. മനസ്സിലായോ? ബൾക്ക് ഓർഡർ ഇങ്ങനെ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എവിടെയെങ്കിലും ഡെലിവറി ഡിലേ ആയി, പ്രൊഡക്ഷൻ ഡിലേ ആയി, മൊത്തം പോയില്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. അപ്പൊ ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ബാധകമാണ്. വേറെ അങ്ങനെ ഇത് 8 പ്രൊജക്ട് ഒരുപോലെ ഉള്ളതുകൊണ്ട് അത് റിക്കവർ ചെയ്തെടുത്തതാണ്. റിക്കവർ ചെയ്തെടുത്ത സമയത്ത് 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന് ഞാൻ വേറെ പ്രൊജക്ട് മാനേജ്മെന്റ് പറഞ്ഞുതരാം. വേരിയേഷൻസും അതുപോലെ തന്നെ വാല്യൂ എഞ്ചിനീയറിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു പ്രൊജക്ടിനെ എങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് ക്വാളിറ്റി പോകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞത് സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ്. മനസ്സിലായി? ക്ലിയർ ആണ്? അപ്പോ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻ വായിക്കാം, POQ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക്കേഷൻ വായിക്കാം. ഇതുപോലെ പ്ലാനിങ് എഞ്ചിനീയർ QAQC ഭാഗങ്ങളെ ആൾക്കാരൊക്കെ നോക്കുക. ഇതുപോലത്തെ നമ്പേഴ്സോ ഇതുപോലത്തെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മില്യൺസിന്റെ വ്യത്യാസം കാണാം. ക്ലിയർ ആണ്? അപ്പോ ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് ട്രാപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. ട്രാപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ട്രാപ്പ്, ചെറിയ ചെറിയ നോട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ അറിയില്ല എന്താ സാധനം എന്നുള്ളത്. എഴുതരുതേ, ഞാൻ പറഞ്ഞിട്ട് എഴുതാം. ഇതിന്റെ പേരെന്താ? ഡോട്ട് ട്രാപ്പ്. അതിന്റെ മുമ്പ് ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് എവിടുന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക? ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ പ്ലംബിംഗ് സിസ്റ്റം എവിടുന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക? ഒരു റൂമിന്റെ ഉള്ളിലാണെങ്കിൽ പറയാൻ പറ്റുമോ? വാഷ് ബേസ്, പിന്നെ റൂം മീൻസ് ബെഡ്റൂമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂം, ഹാളോ ഡൈനിങ് ഹാളോ ഏതെങ്കിലും ഒരു സ്പേസ് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ റെസിഡൻഷ്യൽ എടുക്കാം, 1 BHK. ഇതിൽ ഡ്രെയിനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കൊടുക്കുന്നു പറഞ്ഞു. കിച്ചണും ടോയ്ലറ്റ്, വേറെ എന്തെങ്കിലും നിങ്ങളെല്ലാരും വീട്ടില് കിച്ചണിന്റെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ മാത്രമേ ഹോളിൽ തന്നെ ഒരു വാഷ് ബേസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ വേറെ വർക്ക് ഏരിയ വേറെ കൊടുക്കാം. നമ്മുടെ നാട്ടില് പലപ്പോഴും ഒരു കിച്ചൺ പോരാത്തതുകൊണ്ടാണ് രണ്ടാമത്തെ കിച്ചൺ, മൂന്നാമത്തെ കിച്ചൺ, അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേറൊരു കിച്ചൺ അല്ലെ? എന്നാല് ഈ പറഞ്ഞ ഫാമിലിയൊക്കെ ഗൾഫിൽ പോയോ 1 BHK താമസം, ഒരു ബുദ്ധിമുട്ടില്ല, ലക്ഷറി ഏരിയ. കണ്ടില്ലേ? ഗൾഫിൽ പോയ ആൾക്കാരായിരിക്കും പോയില്ലേ അല്ലെ? നാട്ടിൽ എത്രയും തേങ്ങയില്ലല്ലോ. ഗൾഫിൽ പോയാൽ 1 BHK ഉണ്ടെങ്കിൽ ലാവിഷാണ്. അതന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാൻ പറ്റണില്ല എന്ന് പറയുന്നത്. അപ്പോ ഈ
ഈ പറഞ്ഞ സെഗ്മെന്റിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് ഇതൊക്കെ എക്സ്ട്രാ ആണ്. മനസ്സിലായോ? അടുത്തത് എന്ത് 30 കിച്ചൺ. ഓക്കെ. സ്റ്റോർ ഉണ്ടാവില്ലേ, ഗാർഡനിങ് ഏരിയ ഉണ്ടാവില്ലേ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിൽ നമുക്ക് ടോയ്ലറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റിന്റെ സെഗ്മെന്റിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ, പിന്നെന്താ പറയുക, WC ഓൾറെഡി ടോയ്ലറ്റിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ബാത്ത് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യാം, കാര്യം അത് പ്രീമിയം ടൈപ്പിൽ മാത്രം ഉണ്ടാവും. വേറെ ജക്യൂസി കിട്ടണം, കേട്ടില്ല? ജക്യൂസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിച്ചുകൂടെ, JACC കാണാൻ നല്ല രസല്ലേ? വാശി പിടിക്കണ്ട. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ലക്ഷം 3 ലക്ഷത്തിനടുത്ത് കോസ്റ്റ് വരും ഒറ്റ പീസ്. പക്ഷെ ഒരു കാര്യം എന്താ പറയുക, ഇത് സാധാരണ കുറച്ചൊരു പ്രീമിയം ടൈപ്പ് വില്ലയിൽ ചെയ്യുന്ന പല ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർക്ക് ഹോട്ട് ബാത്ത് അല്ലെങ്കിൽ സ്റ്റീം കൊണ്ടുള്ള ബാത്ത് അല്ലെങ്കിൽ സോപ്പ്, ഇങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ പറയില്ല, നമുക്ക് പിന്നാക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സെപ്പറേറ്റ് പമ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ സിസ്റ്റം തന്നെ വെക്കാം. നല്ല കുറെ ഫെസിലിറ്റീസ് ഉള്ള സംഭവം. ജക്യൂസി എന്ന് തന്നെ പറയാം. അതെന്താണ്, ബാർട്ടബിന്റെ അഡ്വാൻസ്ഡ് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? കുട്ടികളൊക്കെ കുളിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമായിരുന്നു. ചെറിയ സ്റ്റെപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ജെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഷവർ ട്രേ, വാഷ് ബേസിൻ, വാട്ടർ ക്ലോസറ്റ്, ബാത്ത് ഷവർ ട്രേ, പിന്നെ എന്താ ചെയ്യാണ്ടല്ലോ, വാഷിംഗ് മെഷീൻ. ഇത്രയാണ് നോർമലി ഒരു ബാത്റൂമിന്റെ ഉള്ളിലുള്ളത് അല്ലെ? എന്റെ ചോദ്യം, ഈ കിച്ചൺ സിങ്ക് ഈ ഭാഗം അല്ലെ, വാഷ് ബേസിൻ ഓൾറെഡി ഇതിൽ നമ്മള് വാഷ് ബേസിൻ അല്ലല്ലോ, ടോയ്ലറ്റ്, കിച്ചൺ, ഇത് വർക്ക് ഏരിയ അല്ലേ, വാഷ് ബേസിൻ തന്നെ. ഓക്കെ. പിന്നെ ഗാർഡനിങ്, പിന്നെ നമുക്ക് AC, CDP അല്ലെ, കണ്ടൻസേറ്റ് ഡ്രെയിൻ പൈപ്പ്, AC, ഇത്രയും സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാം. എന്റെ ചോദ്യം, നമ്മൾ ഇതിന്റെ ഒക്കെ പൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ഫെസിലിറ്റിയാണ് സിസ്റ്റത്തിൽ കൊടുക്കുന്നത്? ജസ്റ്റ് ഒരു പൈപ്പ് ഇട്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോയാൽ മതിയോ? ഇല്ല. അപ്പൊ മുമ്പ് നിങ്ങൾ ക്ലാസ്സിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ട്, PQS എന്ന് പറഞ്ഞ ഒരു സാധനം. എന്താണ്? വരച്ചിട്ടില്ലേ 3 ചിത്രങ്ങൾ? ഒന്ന് ബാക്കോട്ട് കുറച്ച്. എന്താണ്? ട്രാപ്പ് അക്കോർഡിംഗ് ടു ഷേപ്പ് ആണ്. അപ്പൊ ഇതില് P എന്ന് പറയുന്ന സാധനം ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ WCന്റെ കേസിൽ അതിലെടുത്തു. ഞാനിപ്പോ ഒരു വാൾ ഹങ് WC ആണെങ്കിൽ അതിന്റെ ട്രാപ്പ് എങ്ങോട്ടാ പോവാ? നേരെ വാളിലോട്ട് പോവാ. അപ്പൊ ഇവിടെ ഒരു P ഷേപ്പ് ഉണ്ടാവും അല്ലെ? ഇത് വാൾ ഹങ് ആണ് കേട്ടോ. ഫ്ലോർ മൗണ്ടഡ് WC ആണെങ്കിലോ നേരെ താഴോട്ട്, അതായത് ബേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ നേരെ താഴോട്ട് ഇങ്ങനെ പൈപ്പ് പോവാ. അപ്പൊ ഇവിടെ ഒരു എസ് ട്രാപ്പ് കാണും അല്ലെ? അങ്ങനെയാണ് നിങ്ങളെ പിക്ചറിൽ വരച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ രണ്ട് സെറ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാപ്പ് എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ WCന്റെ ട്രാപ്പ് ഇൻബിൽറ്റ് ട്രാപ്പാണ് അല്ലെ, യൂറിനലിൽ ഇൻബിൽറ്റ് ട്രാപ്പാണ്. അപ്പൊ ഈ രണ്ട് സാധനത്തിന് നിങ്ങൾ ട്രാപ്പ് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ്? WCയിലും യൂറിനലിലും. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അപകടം ഉണ്ടാവും? അവിടെ ബ്ലോക്ക് ആവും. പൊതുവെ പല രാജ്യങ്ങളിലും പുതിയ ബിൽഡിംഗ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവിടുത്തെ പോകാൻ വരും. നമ്മുടെ ഡ്രെയിനേജ് മൊത്തം മോശമാണ്, പ്രശ്നങ്ങളാണ്, പലർക്കും ബ്ലോക്കാണ് വരുന്നത്. ഈ ഡ്രെയിനേജിന്റെ ഉള്ളിലുള്ള പൈപ്പ് ഒരിക്കലും ബ്ലോക്ക് ആവില്ല. പിന്നെ എങ്ങനെ ബ്ലോക്ക് വരും? അതിലൂടെ പോകുന്ന സോളിഡ്സ് കൊണ്ടൊക്കെ ബ്ലോക്ക് വരിക. അപ്പൊ ഈ സോളിഡ്സ് ഇടുമ്പോൾ സാധാരണ സോളിഡ്സ് ആണെങ്കിൽ ഇത് ഓക്കെയാണ്. നമ്മൾ പറയുന്ന എല്ലാ സൈസുകളും പൈപ്പുകളും ഓക്കെയാണ്. ഫിറ്റിംഗ്സ് നേരത്തെ പറഞ്ഞാൽ 90 ഡിഗ്രി വെക്കുന്നത്, ബാക്കിയൊക്കെ 45 സെറ്റ് ചെയ്ത് പോകും. എവിടെയാണ് പ്രശ്നം? അതിൽ പാമ്പേഴ്സ് കൊണ്ടിടുക, അതിൽ ടിഷ്യൂസ് കൊണ്ടിടുക, എന്തെങ്കിലും ഒന്നും വേണ്ട, സോപ്പിന്റെ പ്ലാസ്റ്റിക് കവർ ഇല്ലേ കൊണ്ടിട്ടാൽ മതി. എവിടെയെങ്കിലും ചെറിയൊരു എലമെന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് അല്ലെ? ഒന്നും വേണ്ട, നിങ്ങൾ ബാത്റൂമിൽ ആ ഫ്ലോ ട്രാപ്പിൻ്റെ ഉള്ളിൽ ഒരു സോപ്പിന്റെ കവർ കൊണ്ടിട്ടൊക്കെ കൊണ്ട് തീരുമാനം. അപ്പോൾ അത്രയും ചെറിയൊരു സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും
ഇത് ബ്ലോക്ക് ആവുമ്പോൾ ഇപ്പോഴത്തെ ചെറിയ ചെറിയ നാപ്കിൻസോ അല്ലെങ്കിൽ പാൻറ്റോസോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടിഷ്യൂ കിച്ചൺ ടിഷ്യൂ ഒക്കെ അല്ലേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒറ്റ ഒരു ഫ്ലഷ് ചെയ്യുന്നത് മനസ്സിലായോ? അപ്പൊ ആ പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ട്രാപ്പ് അതിൻ്റെ ഉള്ളിലുള്ളതാണ് മനസ്സിലായോ? ഇനി രണ്ട് സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്തു. ഒന്ന് WC ട്രാപ്പ് വേണമെന്ന് പറഞ്ഞു, യൂറിനലിലും ട്രാപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ വാഷ് ബേസിന് ട്രാപ്പ് ഉണ്ട്, ബാത്ടബിനും ട്രാപ്പ് ഉണ്ട് അല്ലെ? ഇനി ഷവർ ട്രേക്കും ട്രാപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീന് ട്രാപ്പ് നിർബന്ധമില്ല, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അവിടെ ഈ ടെസ്റ്റ് ഈ ഇതിലുള്ള വാഷിംഗ് മെഷീനിലുള്ള പൊടികളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയി കിടക്കാൻ ചാൻസ് ഉണ്ട്. AC ട്രാപ്പ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, നിർബന്ധമായിട്ടും. എന്തുകൊണ്ടാ? ആ പൈപ്പ് പുറത്തു പോകുന്നില്ലേ, ആ പൈപ്പിൽ ഇവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അതിങ്ങനെ കൂടി 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 വരും. രണ്ട് ടൈപ്പ് സാധനങ്ങളാണ്. ഒന്ന് വെഹിക്കിളിന്റെ സ്മോക്ക് പൗഡറായിട്ട് അതിൽ കാണും, അതുപോലെ തന്നെ ഇവിടുത്തെ ടെസ്റ്റും കാണും. അപ്പൊ ഇതൊക്കെ ട്രാപ്പ് ഇല്ലാതെ നടക്കില്ല. അപ്പൊ നമുക്ക് ട്രാപ്പ് നിർബന്ധമാണ്. ആ ട്രാപ്പില് രണ്ട് ടൈപ്പ് ട്രാപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എവിടെയൊക്കെ വെക്കുക? ഇന്ന് വാഷ് ബേസിലും ഒരു ട്രാപ്പ് വെക്കും, കിച്ചൺ സിങ്കിലും ട്രാപ്പ് വെക്കും. ആ ട്രാപ്പിന്റെ പേരാണ് എന്താ? ബോട്ടിൽ ട്രാപ്പ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ട്രാപ്പിന്റെ പേര് ബോട്ടിൽ ട്രാപ്പ്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആരത് എന്നാന്ന് ഒരാഴ്ച അപ്പോ ഇവിടെ നമ്മള് ഇതാണ് ആ ബോട്ടിൽ ട്രാപ്പ് എന്ന് പറയുന്ന സാധനം. എന്താ ബോട്ടിൽ ട്രാപ്പിന്റെ പ്രത്യേകത? അതിന്റെ സൈസ് ഫിക്സ്ഡ് ആണ്. സൈസ് ഫിക്സ്ഡ് പറഞ്ഞാല് രണ്ടേ രണ്ട് സാധനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് വാഷ് ബേസിൽ, രണ്ടാമത് കിച്ചൺ സിങ്ക് അല്ലെ? ഈ രണ്ട് സാധനങ്ങൾക്കാണ് നമുക്ക് ബോട്ടിൽ ട്രാപ്പ് കൊടുക്കാറുള്ളത്. അപ്പൊ ബോട്ടിൽ ട്രാപ്പിന്റെ ഷേപ്പ് ഏകദേശം ഇതാണ്. മനസ്സിലായോ? എല്ലാ ബോട്ടിൽ ട്രാപ്പും ഒരുപോലെ ആണെന്നില്ല, ഷേപ്പ് ഇതാണ്. അപ്പോ ഈ കാണിക്കുന്ന നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക, ബോട്ടിൽ ട്രാപ്പ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. വേറെ ഒന്നും മെറ്റീരിയൽ കൊടുക്കണ്ട, ബോട്ടിൽ ട്രാപ്പ് എന്ന് മാത്രം സെർച്ച് ചെയ്യുക. കൊടുത്തോ? ഏതെല്ലാം മെറ്റീരിയൽ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ, പ്ലാസ്റ്റിക് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, പിന്നെ PVC. പ്ലാസ്റ്റിക് തന്നെ PVC രണ്ട് ടൈപ്പും വരാം. പോളിയെത്തിലീനും വരാം കേട്ടോ, ബ്രാസും ഉണ്ട്. പിന്നെ എന്തിനായിരിക്കും ഡിഫറെന്റ് മെറ്റീരിയൽ ആക്കി വെച്ച്? ഇത് നിങ്ങൾ എവിടെയും കണ്ടുണ്ടോ? വീട്ടിൽ കണ്ടുണ്ടോ? ഉണ്ടോ? വീട്ടിലുണ്ടോ? ആരെങ്കിലും വീട്ടിലുണ്ടോ? ഇല്ല. എവിടെയാണുള്ളത്? ഡൈനിങ് ഹാളിലെ വാഷ് ബേസിലാണ്, സിങ്കിന്റെ താഴെ കാണാം. അതെല്ലാവരും വീട്ടിൽ പോയി ചെക്ക് ചെയ്യാം. പഴയ വീടുകളിൽ ഉണ്ടാവും, ജസ്റ്റ് ഒരു പൈപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പുതിയ കിച്ചണൊക്കെ സെറ്റ് ചെയ്യില്ലേ, അവിടെയൊക്കെ ഈ ട്രാപ്പ് ഉള്ളിലുണ്ടാവും. അതായത് സിങ്കിന്റെ തൊട്ട് താഴെ. ലേഡീസ് കണ്ടുണോ? ഇല്ല. വീട്ടില് സിങ്കിന്റെ താഴെ നേരെ പൈപ്പ് പുറത്തോട്ടാണ് പോയത് നോക്കുക. അതല്ല, പുതിയ സിങ്ക് ഒക്കെ ആണെങ്കിൽ അതിന്റെ താഴെ ഇതിന്റെ അക്സസറീസ് ഇല്ല. ഇത് മിക്കവാറും പ്ലംബേഴ്സ് എന്ത് ചെയ്യുന്ന പറയുന്നത് അത് ഒഴിവാക്കും. ഇത് തൽക്കാലം വേണ്ട, അവിടെ തന്നെ കൊണ്ടുവരിക. ഇത് വെച്ചാൽ ഇപ്പൊ തലവേദന ചെയ്യാൻ. കാര്യം ഇതിന്റെ ഉള്ളിലുള്ള ഹോൾസ് ഇല്ലേ, ആ പൈപ്പിന്റെ ഡയമീറ്റർ കുറവാണെങ്കിൽ എപ്പോഴും ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ? വലിയൊരു 2 ഇഞ്ചിന്റെ പൈപ്പ് വെക്കുക, നേരെ പുറത്തോട്ടാണ്ട് തന്നെ. പക്ഷെ ഇത് ബിൽഡിങ്ങിൽ പറ്റൂല. നമ്മൾ കിച്ചണിൽ പുറത്തോട്ട് പോകുന്ന പൈപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ തെങ്ങിന്റെ ചോട്ടിക്കാണ് വേസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയമല്ല. കാര്യം അവിടെ നമുക്ക് പോയിട്ട് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ കാണാം അല്ലെ? നേരെ മറിച്ച് ഒരു വേസ്റ്റ് ടാങ്കിലോട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു യൂണിറ്റിലോട്ടോ പോവുകയാണെങ്കിൽ അത് ട്രാപ്പ് കൊടുക്കണം. അപ്പൊ ഈ ട്രാപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലിപ്പോ നിങ്ങൾ കുറെ മെറ്റീരിയൽസ് കണ്ടു. നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്ന 2-3 മെറ്റീരിയൽ, ഒന്ന് PVC അല്ലെങ്കിൽ PE പോളിയെത്തിലീൻ ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് ക്രോമിയം പ്ലേറ്റഡ്, ക്രോം പ്ലേറ്റഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താ ക്രോം പ്ലേറ്റഡ് എന്ന് പറഞ്ഞാല്? ചില വാച്ചുകളെ ചെയിനില്ലേ, സ്റ്റീലാവില്ല, വേറെ മെറ്റീരിയൽ ആയിരിക്കും, കോട്ടിങ് സ്റ്റീൽ ആയിരിക്കും അല്ലെ? ഇതുപോലെ തന്നെ കുറേ സാധനങ്ങളില്ലേ, നമ്മൾ ചില പിന്നെ ഡോറിന്റെ ഹാൻഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ സ്റ്റീൽ ആവില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും മെറ്റീരിയൽ അതിന്റെ പുറത്ത് കോട്ടിങ്. അങ്ങനെ പുറത്ത് കോട്ട് ചെയ്യുമ്പോഴാണ് ക്രോം പ്ലേറ്റഡ് എന്ന് പറയാം. അത് ഒറിജിനൽ സ്റ്റീൽ അല്ല, കേസിങ് മാത്രമാണ്, ഒരു കവറിങ് മാത്രമാണ്. പിന്നെ ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും.
മനസ്സിലായോ? അപ്പൊ ഇതെന്തിനാ ഉപയോഗിക്കുക? ഈ സ്റ്റെയിൻലെസ് സ്റ്റീല് കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 100 ഇയേഴ്സിന്റെ ഒക്കെ ഒരു പ്രൊജക്റ്റ് ആണ് വിചാരിച്ചോ, ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റ് ആണ്. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 304 പോലുള്ള ഗ്രേഡ് കൊടുക്കാൻ പറ്റും. 304 എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്രേഡ്, മനസ്സിലായോ? അപ്പോ ഇതിന്റെ മുകളിലോട്ട് ഉണ്ട് കേട്ടോ, 316 ഉണ്ട്, 316L ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 400 സംതിങ്, അങ്ങനത്തെ കുറെ നമ്പേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഗ്രേഡ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. അപ്പോ ഇതിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ പറയില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്രണ്ട് സിറ്റ് ഔട്ടിലുള്ള ഹാൻഡ് റെയിൽ ഇല്ലേ, ഗ്ലാസ് ഒക്കെ വെച്ച ഹാൻഡ് റെയിൽ, സിറ്റ് ഔട്ടിൽ ഫ്രണ്ട് എൻട്രി ഇല്ലേ, ആ എൻട്രിയിൽ ചില ഇതുണ്ടാവില്ല, ഹാൻഡ് റെയിൽ പോലെ. ഹാൻഡ് റെയിൽ തന്നെ മനസ്സിലല്ലേ, നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി പോകുമ്പോൾ സൈഡിലുള്ള സാധനം. അപ്പോൾ അത് ഈ ഗ്രേഡിൽ ചെയ്യും. ഇതിന് ഭയങ്കര എക്സ്പെൻസ് ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടം. സാധാരണ സാധനമൊക്കെ പെട്ടെന്ന് ജോയിന്റ് ഒക്കെ ഇറങ്ങി പോകുന്നത് അനങ്ങൂല, അത്രയും ക്വാളിറ്റി. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഇതാണ് നമ്മളെ ബോട്ടിൽ ട്രാപ്പിന്റെ 3 സെപ്പറേറ്റ് ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത്. വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ചില്ലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് PVC ആണ്. അടുത്ത സ്റ്റേജ് കുറച്ചും കൂടി ജെനുവിൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വൃത്തി കാണണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. ഈ കേസ് ഹൈജീനിക് ഏരിയ. ഹൈജീനിക് ഏരിയ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ്, അതായത് ആസിഡ്സ്, ആൽക്കലൈൻ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാകാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ട്രാപ്പ്. ആ ട്രാപ്പ് എന്താണ് പേര്? ബട്ടർ. ഈ ഡെഫിനേഷൻ ഒന്ന് എഴുതി വെച്ചു, അതുപോലെ തന്നെ ഈ പിന്നെ സൈസ് ഒന്ന് എഴുതി വെക്കുക. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വരുന്ന ട്രാപ്പ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. ബോട്ടിൽ ട്രാപ്പ്. ട്രാപ്പ് ഈസ്, ഇത് മാത്രമേ ഇത് എഴുതാം കേട്ടോ, ഇത് എഴുതാൻ മതി. A trap is provided to receive waste from wash basin, kitchen sink and other appliances where the appliances do not have built-in trap. Built-in trap ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സംഭവം വന്നു. ഫസ്റ്റ് നമ്മൾ ബോട്ടിൽ ട്രാപ്പ്. ഓക്കെ അല്ലേ? ഇനി നമുക്കിതില് അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബോട്ടിൽ ട്രാപ്പ് കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് ഓൾറെഡി വാഷ് ബേസിനും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും ആണ് മെയിൻ ആയിട്ട് നമ്മൾ ബോട്ടിൽ ട്രാപ്പ് വേണം അല്ലേ? അപ്പോ ഈ ബാത്ടബിന്, ഷവർ ട്രേക്ക്, വാഷിംഗ് മെഷീന്, AC ട്രെയിന്, ഇതിനൊക്കെ എന്ത് ചെയ്യുക? ഇതിനൊക്കെ നമ്മൾ പൈപ്പ് കൊണ്ട് തന്നെ ട്രാപ്പുകൾ ഉണ്ടാക്കി. എന്തുകൊണ്ടാ വെച്ചാൽ ഈ പിന്നെ വാഷ് ബേസിനും കിച്ചൺ സിങ്കിനും ഓൾറെഡി നമുക്ക് അലൗഡ് സ്പേസ് ഉണ്ട്, അതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കാര്യം എന്താണ്? 850 നമ്മൾ സാധാരണ വാഷ് ബേസിൻ ഫിക്സ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, അതിന്റെ ഡ്രെയിൻ പൈപ്പിന്റെ പോർഷൻ എപ്പോഴും 50 സെന്റിമീറ്ററിലായിരിക്കും ഫിനിഷിംഗ് ഉണ്ടാവുക. അത് മോഡലിനനുസരിച്ച് മാറും. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് എപ്പോഴും ഫിക്സ്ഡ് ആണ് ഈ രണ്ട് സാധനത്തിന്. ഏതിനൊക്കെ? കിച്ചൺ സിങ്കിലും വാഷ് ബേസിനും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ആ മെഷർമെന്റ് കിട്ടൂല, മനസ്സിലായോ? അപ്പൊ AC ആണെങ്കിൽ നമുക്ക് മെഷർമെന്റ് കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഒരു ട്രാപ്പ് ഉണ്ടാക്കും. ഇങ്ങനെ ട്രാപ്പ് ഉണ്ടാക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പൈപ്പ് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു ട്രാപ്പ് ഉണ്ടാക്കി കൊടുക്കും. ഒരു എൽബോ, രണ്ടാമത്തെ എൽബോ, മൂന്നാമത്തെ എൽബോ, നാലാമത്തെ എൽബോ, 4 എൽബോ മതി, പൈപ്പിന്റെ പീസ് മതി, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഔട്ട്, ഇതാണ് പുറത്തോട്ട് പോകുന്ന പൈപ്പ് എന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ എപ്പോഴും വെള്ളം നിൽക്കൂലേ അല്ലേ? അപ്പൊ നമ്മൾ എത്ര വേസ്റ്റ് ഇതിൽ കുടുങ്ങി കഴിഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ ഫ്ലോ ചെയ്താലും ഈ വെള്ളം എപ്പോഴും പെർമനന്റ് ആയിട്ട് അവിടെ. അപ്പൊ ഒരിക്കലും ഈ സ്മെല്ല് എന്ത് ചെയ്യൂല, അത് പോകില്ല. മനസ്സിലായോ? ട്രാപ്പിൽ ഏതൊക്കെ ഷേപ്പ് ഉണ്ട്? PQS ആണ്. ഇതിൽ ഏതെങ്കിലും ഷേപ്പ് കൊടുക്കുക. അപ്പൊ AC ട്രെയിനിലൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പൊ നമ്മൾ 2 ടൈപ്പ് ട്രാപ്പ് പറഞ്ഞു. ഒന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ഉള്ള സാധനം, അത് ബോട്ടിൽ ട്രാപ്പ് ആണ്. രണ്ടാമത്തെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണോ ഡ്രെയിൻ പൈപ്പ് ഉള്ളത് അതിന്റെ എൽബോസ് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ഉള്ളിൽ ഇവിടെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലീൻ ഔട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാപ്പ് കൊടുത്തിട്ട് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം? ആ വേസ്റ്റ് റിമൂവ് ചെയ്യാം. നമുക്ക് റോഡിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്. ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞ സാധനം CEO എന്ന് പറയും, അല്ലെങ്കിൽ റോഡിങ് എന്ന് പറഞ്ഞ സാധനം പറയും. ഇതൊക്കെ ഇവിടെ വെച്ച് കൊടുത്താൽ ആ ഫിറ്റിംഗ്സ് വെച്ച് കൊടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. ക്ലിയർ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ
കുറച്ചൊരു പ്രീമിയം ടൈപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഇതിന്റെ ട്രാപ്പിനൊക്കെ ക്ലീൻ ഔട്ട് നിർബന്ധമാണ്. എന്തുകൊണ്ടാണ്? അവിടെ മെയിൻ്റെനൻസ് വന്നാൽ പിന്നെ പൊട്ടിക്കേണ്ട ചാൻസ് വരെ. ജസ്റ്റ് ഒരു ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇതേപോലെ ഈ അടപ്പ് തുറന്നു വരാം. ഇതുപോലെ നമുക്ക് അടപ്പ് തുറക്കാൻ പറ്റുന്ന ടൈപ്പ്, അതാണ് ഉദ്ദേശം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ഫിറ്റിംഗ്സിന്റെ കേസുകളൊക്കെ പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ട്രാപ്പ് നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് ട്രാപ്പ് നമ്മൾ പറയാൻ പോണത്, ഇപ്പൊ മലപ്പുറം കോഴിക്കോടൊക്കെ ലെൻസ്ഫെഡിന്റെ ഒരുപാട് പിന്നെ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സാധനമാണ് അടുത്ത സാധനം, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന സാധനം എന്താണ്? ഫ്ലോ ട്രാപ്പ്. ഫ്ലോ ട്രാപ്പിന്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ച ഫ്ലോ ട്രാപ്പ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഗൾഫിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അലൗഡ് അല്ല. മനസ്സിലായി? സാധാരണ അതിന് പറയാ അതിന്റെ വാട്ടർ സീൽ എത്ര ഹൈറ്റ് വേണമെന്ന് പറയാം. അപ്പോൾ വാട്ടർ സീൽ എന്ന് പറഞ്ഞ ടേം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആ ട്രാപ്പ് വരച്ച സമയത്ത് ആ എഴുതിയില്ലേ വാട്ടർ സീൽ മെഷർ ചെയ്തില്ല? നോക്കിയേ, എഴുതിയുണ്ടത്? ഞാൻ എഴുതണ്ടെന്ന് പറയുന്നോ? എഴുതിനോ? വാട്ടർ സീൽ മെൻഷൻ ചെയ്തണോ? എഴുതണ്ടെന്ന് പ്രത്യേകം പറയുന്നു അല്ലേ? അപ്പോൾ വാട്ടർ സീൽ നോക്കുകയാണെങ്കിൽ നോക്കിയോ, ഔട്ടർ പൈപ്പിന്റെ ബോട്ടം, യു ഷേപ്പിന്റെ ടോപ്പ്, ഇത് രണ്ടും നമ്മുടെ ഡിസ്റ്റൻസ് ആണ് വാട്ടർ സീൽ. ഔട്ടർ പൈപ്പിന്റെ ബോട്ടം, യുവിന്റെ ടോപ്പ്, അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതിൽ മെഷർമെന്റ് കൊടുത്തത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും രണ്ട് ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അവിടെ വാട്ടർ സീൽ നോക്കുക. ഇല്ലേ? ഈ വാട്ടർ സീല് എന്തുകൊണ്ടാണ് ആ ഭാഗം മാത്രം വാട്ടർ സീൽ എന്ന് പറയാൻ കാര്യം? ഞാനിപ്പോ ഈ പോകുന്ന ഔട്ടർ പൈപ്പ് ഇല്ലേ, ഇത് കുറച്ച് താഴോട്ടാക്കി. അപ്പൊ ഇവിടെ വന്നു വിചാരിച്ചു, ഇവിടെ വന്നാൽ എന്താ സംഭവിക്കുക? വാട്ടർ സീൽ പോയി. കാര്യം എന്താ? ഇവിടുന്ന് എയർ ഉള്ളിലോട്ട് കയറും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടേമാണ് എപ്പോഴും വാട്ടർ സീൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ട്രാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ മെഷർ ചെയ്യാം, സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ തന്നെ പറ്റും എത്രയാന്നുള്ളത്. അപ്പൊ ഈ ട്രാപ്പ് അധികം സ്ഥലങ്ങളിലും 5 സെന്റിമീറ്റർ വേണം, 7 സെന്റിമീറ്റർ വേണമെന്ന് പറയും. അതായത് ഈ ഡിസ്റ്റൻസ് സെന്റിമീറ്ററിൽ പറയണം, എംഎമ്മിലോ അല്ലെങ്കിൽ സെന്റിമീറ്ററിൽ പറയാം. 50 mm അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ, 70 mm അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇതാണ് നമ്മളെ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലെൻസ്ഫെഡിൽ നടത്തിയൊരു ക്വസ്റ്റ്യനർ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആണ്. അതിന്റെ പിക്ചർ കാണിച്ചു തരാം. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ട്രാപ്പുകളും മൊത്തത്തിൽ യൂണിവേഴ്സിലുള്ള ട്രാപ്പുകളും എല്ലാം കൂടി ഒരുമിച്ച് പറയാണ്. ജസ്റ്റ് ഇതിൽ എപ്പോഴെങ്കിലും നമുക്ക് ഡൗട്ട് വരികയാണെങ്കിൽ പിന്നെ ഇതിൽ ഡൗട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് വാട്ടർ സപ്ലൈയിൽ പഠിക്കാനുള്ള ഡീറ്റെയിലിംഗ് ആണ്. വാട്ടർ സപ്ലൈ ഷവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസ് വാട്ടർ സപ്ലൈന്റെ സമയത്ത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പ്രഷർ ഡെവലപ്പ് ചെയ്യാനുള്ള കേസ്, ഒരു ടാങ്ക് വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ അതിന്റെ പ്രഷർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ പിക്ചേഴ്സ്, അതുപോലെ തന്നെ ഓരോ സ്റ്റാൻഡേർഡ് പൈപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ, ഇതൊക്കെ വാട്ടർ സപ്ലൈ കേട്ടോ. ഇത് വാട്ടർ സപ്ലൈന്റെ സമയത്ത് എടുക്കാം. പിന്നെ പല ടൈപ്പ് പ്ലാസ്റ്റിക് പൈപ്പ്സുകൾ, ഓരോ സ്റ്റാൻഡേർഡ് ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ അതുകൂടാതെ ചില പൈപ്പുകൾക്കുള്ള ലിമിറ്റേഷൻസ്, UPVC പൈപ്പ്, CPVC പൈപ്പ്, PPR പൈപ്പ് എന്നുള്ള ലിമിറ്റേഷൻസ്. കാര്യം ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് നാട്ടിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, പുറത്ത് കുറവ് ഉപയോഗിക്കുന്നത്? അതുപോലെ തന്നെ ചില സ്ഥലത്ത് ക്ലോറിനേറ്റഡ് വാട്ടറിന്റെ ആൽക്കലൈൻ ആസിഡ് സ്വഭാവങ്ങൾക്കനുസരിച്ച് പൈപ്പുകൾ എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ടോപ്പിക്. എന്താണ് ഫ്ലോ ട്രാപ്പ്? അപ്പൊ ഫ്ലോ ട്രാപ്പിന് 4 പേര് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പേര്? ഫ്ലോ ട്രാപ്പ്, ഫ്ലോർ ഡ്രെയിന്, ഫ്ലോർ വെല്ലി, അങ്ങനെ 4 പേര്. അപ്പൊ ഈ പേരുകളിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, എല്ലാം സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഡിഫറെന്റ് ഡിസൈനിൽ വരാം. ചിലപ്പോൾ ഈ പിക്ചർ ആവില്ല. നമ്മള് ഗൾഫിൽ പോകുമ്പോൾ അവിടെ കാണുന്ന ഫ്ലോർ ഡ്രെയിൻ. അപ്പൊ പിക്ചർ നോക്കണ്ട, ജസ്റ്റ് ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇതാണ് നമ്മളെ മെയിൻ പാർട്ട്. ഓക്കെ അല്ലേ?
അപ്പോൾ 4 പേരുകളുണ്ട്. FT, FD, FG, NT, 4 പേരുകൾ. ക്ലിയർ ആണോ? ഈ പേര് ശരിക്കും ഉറുദു വേർഡാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻസിലൊക്കെ അധികം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അടുത്തത് ഓക്കെ അല്ലേ? പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് നേരത്തെ നമ്മൾ മുമ്പ് ആ ട്രാപ്പ് ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്ലോ ട്രാപ്പ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്രോയിങ്സ് ആണത്. അപ്പോൾ ഇതൊരു സ്ലാബ്, സ്ക്രീഡ്, അതിന്റെ മേലെ ടൈല്, അപ്പൊ അതിന്റെ താഴെയാണ് ഫ്ലോ ട്രാപ്പ് വരിക. അതായത് ഈ സ്ലാബിന്റെ താഴെ വരും. മനസ്സിലായോ? നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഫ്ലോറിൽ തന്നെ കാണാം. അത് ശരിക്കും നമുക്ക് പ്രൊഫഷണലി ശരിയല്ല. അതായത് സ്ലാബിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ടൈപ്പിലാണ്. അപ്പൊ അവിടെ എന്താ ശരിക്കും വേണ്ടത്? ഒരു പൈപ്പിന്റെ പീസ് മാത്രമേ പാടുള്ളൂ. എന്തിനാണ്? ഇപ്പോ നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാരുടെ വീട് ഇപ്പോ ഇതില് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്? 2 ഫ്ലോറുള്ളവർ ആയിരിക്കും ഹാൻഡ് റൈസ് ചെയ്ത്. ഓക്കെ, ഇവരെ വീട്ടിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ അവിടെ ഒരു ഫ്ലോ ട്രാപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് ഭൂമിക്കുള്ളിൽ പോയി അല്ലേ? ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ. സീലിങ്ങിനോ അല്ലെങ്കിൽ താഴോട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ വില്ലയിലുള്ള ഡിസൈനും റെസിഡൻഷ്യൽ ഫ്ലാറ്റിലുള്ള ഡിസൈനും തമ്മിൽ എന്താ വ്യത്യാസം? ഈ ഫ്ലോ ട്രാപ്പ് ഒക്കെ നോക്കി. നാട്ടിലെ വില്ലയിലാണെങ്കിൽ ആ സ്ലാബിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഫ്ലോ ട്രാപ്പ് കാണുന്നത്. അങ്ങനെ ശരിക്കും ചെയ്യുന്നത് ഒരു വലിയ പ്രൊജക്റ്റിന് ഫീസിബിൾ അല്ല. എന്തുകൊണ്ടാണ്? ഈ ഫ്ലോ ട്രാപ്പിന് എന്തെങ്കിലും ഡാമേജ് വന്നു റീപ്ലേസ് ചെയ്യാൻ പറ്റും. സ്ലാബ് ബുദ്ധിമുട്ടിക്കണ്ടേ? നേരെ മറിച്ച് ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ സ്ലാബിന്റെ താഴെ സീലിംഗ് ഇല്ലെങ്കിലോ, താഴത്തെ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പക്ഷേ മനസ്സിലായ? എന്റെ ഫാമിലിയിൽ ഒരാൾ ഒരു മണ്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാല് മേലത്തെ ബാത്റൂം നേരെ താഴെ ഡൈനിങ്. പക്ഷെ അവിടെ ഉള്ള സാധനങ്ങളൊന്നും കാണില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ലീക്ക് വന്നാലോ പണിയോട് പണി. തല്ലി പൊട്ടിക്കുമ്പോൾ ഡൈനിങ് ഹാള് തല്ലി പൊട്ടിക്കണം. ഡൈനിങ് ഹാൾ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ, ഡൈനിങ് ഹാളും ഓഫീസായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പോഷാക്കി വെച്ചിട്ടുണ്ടാവുക അല്ലേ? പണി എവിടെ? അപ്പൊ അവിടെ ഒരു സീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും രക്ഷപ്പെടാം. സീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സീലിംഗിൽ ഒരു ഡ്രോപ്പ് കിട്ടിയാലോ അതും മതി. നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ടോയ്ലറ്റിന്റെ താഴെ ടോയ്ലറ്റ്. ഇവിടെ ഉള്ളവരാരും പുറത്തു വരണ്ട, തൽക്കാലം വീട്ടിലുള്ള അവിടെ നിന്നോട്ടെ. എന്നിട്ട് അബദ്ധം പറ്റി കഴിഞ്ഞാൽ ആർക്കിടെക്ചർ ഭയങ്കര ഡിസൈനൊക്കെ ചെയ്യും. നല്ല വിവരമുള്ള ആർക്കിടെക്ചർ ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ടോയ്ലറ്റിന്റെ താഴെ തന്നെ ടോയ്ലറ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഏത് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാലും പരമാവധി ടോയ്ലറ്റിന്റെ താഴെ ടോയ്ലറ്റ്. ശരിയല്ലേ? മുകളിലത്തെ ഡിസൈനിന്റെ നേരെ താഴെ. അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ ആണ് വരുന്നതിന്റെ ആ പരമാവധി പ്രൊട്ടക്ട് ചെയ്തിട്ട് ചെയ്യുക. മനസ്സിലായി? ഓരോ പൈപ്പ്, അതായത് ഞാൻ പറഞ്ഞു ഒറിസോണ്ടൽ ഒരു പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വല്ല അബദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആ ബിൽഡിങ് പൊളിക്കുന്നവരെ തലവേദനയും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ പാർട്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞെന്താ വെച്ചാല് അതിനെ നമ്മളൊരു ചെറിയൊരു ഹാങ്ങിങ് സിസ്റ്റം ചെയ്തിട്ട് അതിന്റെ പൈപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനൊരു ലിമിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? സാധാരണ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ഒക്കെ ഉള്ളിലുള്ള റൂളും കൂടിയാണ്. ഇതിന്റെ മെയിൻ്റെനൻസിനോട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തായിരുന്നു പറയാൻ പറ്റും? ഇതിലെന്താണ് മെയിൻ്റെനൻസ് വരിക? പൊളിച്ചു മാറ്റുന്ന മെയിൻ്റെനൻസ് അല്ല ഞാൻ പറഞ്ഞത്. വേറെ എന്തെങ്കിലും വേസ്റ്റ് പുറത്തോട്ട് കളയാം അല്ലെ? ആ വേസ്റ്റ് പുറത്തോട്ട് കളയുമ്പോൾ എന്താണ് കോംപ്ലിക്കേഷൻ വരുന്നത്? ഇത് ഊരേണ്ടി വരും അല്ലെ? നീ ഊരാതെ ചെയ്യാൻ പറ്റും. ഈ അടപ്പെടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ പൊസിഷന് വല്ല ഇമ്പോർട്ടൻസ്. എവിടെ നമ്മൾ ക്ലീൻ ചെയ്യാം? മുകളിൽ നിന്നല്ല ക്ലീൻ ചെയ്യാം. മുകളിൽ നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പൊസിഷൻ എന്തെങ്കിലും പ്രത്യേകത അറിയാൻ പാടില്ല. അല്ല, ഞാനിപ്പോ ഈ സാധനങ്ങളുണ്ട് അല്ലെ, ഇതിന്റെ മേലെ പൈപ്പാണ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് മേലെ വരെ പോകുന്നത്. ഒരേ സൈസ് ആക്കാം. ഇത് 4 ഇഞ്ച് ആയിരിക്കും, ഇതിന്റെ ഓപ്പണിംഗ് 4 ഇഞ്ച് ആയിരിക്കും. 110 mm. അപ്പൊ എന്റെ ചോദ്യം, ഈ ഡിസ്റ്റൻസ് ഇതാ, ഈ ഡിസ്റ്റൻസ് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ?
ഒറ്റയടിക്ക് വേണമെങ്കിൽ അതിന്റെ ആൻസർ പറഞ്ഞിട്ട് തീർക്കാം. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം എന്തിനാണ്, ഈ കൺസെപ്റ്റ് മനസ്സില്ലെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടും. ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ലിമിറ്റ് എന്താ? കേട്ടോ ധൈര്യപൂർവ്വം കേട്ടോ, കുഴപ്പമില്ല. എത്ര കയ്യിലുണ്ട്? ഒരു ഹാൻഡ് എത്ര ഉണ്ട്? 50 സെന്റിമീറ്റർ. എത്ര? 50 ഇതിപ്പോ 30 സെന്റിമീറ്റർ അല്ലേ? 25 സെന്റിമീറ്റർ. ഇവിടെ വരെ 25. ഓക്കെ, 50 ആയി. ഇനി എത്ര ഉണ്ട്? ഉണ്ടല്ലോ 10. ഓക്കെ, 10. മടക്കാൻ പറ്റുന്നത് ശരിക്കും പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ എക്സാക്ട്. മനസ്സിലായോ? ഇവിടെ വരെ ഞാൻ ഇപ്പൊ 50 കാണിച്ചു. അപ്പൊ ഒരു 6 സെന്റിമീറ്റർ മാക്സിമം. ഇതിന്റെ മേലോട്ട് പോവാം. നീ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിലോ കയ്യിന്റെ നീളം കുറയില്ലേ? അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് 56 ആവറേജ് പറയും. മനസ്സിലായി? അപ്പൊ ഈ ഡിസ്റ്റൻസ് നമ്മൾ നിർബന്ധമായിട്ടും 56 സെന്റിമീറ്റർ സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിലോട്ടൊന്നും കിട്ടൂല. മനസ്സിലായോ? അപ്പൊ കിട്ടാത്തുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫ്ലോ ട്രാപ്പിന്റെ കിട്ടൂലേ? 56 സെന്റിമീറ്റർ അല്ല ഫിക്സ്, 56ന്റെ ഉള്ളിൽ വരണമെന്നാണ് പറഞ്ഞിട്ടോ. മാക്സിമം 56. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. പല പ്രൊജക്റ്റിലും ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്റർവ്യൂസ് ഉണ്ടാകുമ്പോൾ ക്ലൈന്റ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുണ്ട്, പല തവണ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഫ്ലോ ട്രാപ്പിന്റെ പറഞ്ഞു, ഫ്ലോ ട്രാപ്പിന്റെ പേര് പറഞ്ഞു, പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി ആ ഫ്ലോ ട്രാപ്പ് നിങ്ങൾക്ക് ചില സ്ഥലത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വന്നിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് കേട്ടോ. കാര്യം ആ ഹോട്ടലില് ബാട്ടപ്പ് വെച്ചപ്പോ നേരെ താഴെ ഒരു ഐബീം ഉണ്ട്. ഫ്ലോ ട്രാപ്പ് വെക്കാൻ പറ്റും. നേരെ താഴെ വെക്കാൻ പറ്റില്ല, കുറച്ച് ചെരിച്ചിട്ട് വെക്കാം. പക്ഷെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ്? ഇവിടുന്ന് വരുന്ന പൈപ്പ് എന്തോ ആയിക്കോട്ടെ, അത് ക്രോസ് ചെയ്തിട്ട് താഴെ വന്നിട്ടല്ലേ കണക്ഷൻ കൊടുക്കേണ്ടത് അല്ലെ? ഞാനിപ്പോ ഈ സാധനം ഒരു സ്ലാബിന്റെ താഴെ വെക്കുന്ന സമയത്ത് ഇവിടുന്നുള്ള ബ്രാഞ്ചും താഴെ കൂടി തന്നെയല്ലേ വരിക, ഫ്ലോറിന്റെ ഉള്ളിൽ കൂടി അല്ലേ വരിക. അപ്പൊ താഴെ സ്ലാബിന്റെ താഴെ കൂടി വരും, എന്നിട്ട് നേരെ പെൻട്രേറ്റ് ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹൊറിസോണ്ടൽ പൈപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഈ ഹൊറിസോണ്ടൽ പൈപ്പ് ഞാൻ കോൺക്രീറ്റിന്റെ കൂടെ പാസ് ചെയ്യണമെങ്കിലോ ഇവിടെ ലീക്ക് വന്നാൽ കോൺക്രീറ്റ് അറിയാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ കോൺക്രീറ്റിന്റെ ഉള്ളിൽ കൂടി വരും. കോൺക്രീറ്റിന്റെ സ്റ്റീലിൽ ടച്ച് ചെയ്യും. സ്റ്റീൽ കുറച്ച് കഴിഞ്ഞാൽ റസ്റ്റ് പിടിക്കും. റസ്റ്റ് പിടിച്ചാൽ താഴെ നിൽക്കുമ്പോൾ തലേക്ക് ടൂം എന്ന് പറഞ്ഞ സാധനം വരും, സ്ലാബിന്റെ പീസ്. തീർന്ന. അപ്പോ ഈ സ്റ്റീലുമേൽ വെള്ളം തട്ടി അതോടുകൂടി പരിപാടി മൊത്തം കഴിയും അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ സാധനം? എവിടെയെങ്കിലും പ്രശ്നം ഇത് ഇല്ലാന്ന് പറയാം. എന്റെ വീട്ടില് ടോയ്ലറ്റിലല്ല ഉള്ളത്, സൈഡിൽ കൊടുക്കുന്ന സൺഷൈഡ് ഇല്ലേ, ആ സൺഷൈഡിൽ പണ്ടെങ്ങാനോ ഒരു വെള്ളം ആ സ്റ്റീലിമ കയറി ആ സ്റ്റീൽ അങ്ങനെ തുരുമ്പുടിച്ച് എവിടെയൊക്കെ സ്റ്റീൽ ഉണ്ടോ അവിടെ പ്രശ്നത്തിൽ അവിടെ ഇങ്ങനെ പീസ് ചെയ്താണ്. മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം പെനിട്രേറ്റ് ചെയ്താൽ മതി ഉള്ളിലേക്ക് വെള്ളം കയറും. അപ്പൊ ഇവിടെ ഒരു നിവൃത്തിയില്ല, ഈ ബാട്ടപ്പിന്റെ ഉള്ളിൽ കൂടെ ഈ പൈപ്പില്ലേ, ഇത് സ്ക്രീഡിന്റെ ഉള്ളിൽ കൂടി ചെയ്യണം. സ്ക്രീഡ് എന്ന് പറഞ്ഞാൽ സ്ലാബിന്റെ തൊട്ട് മുകളിലുള്ള ഫില്ലിങ്. മനസ്സിലായോ? ഇതൊന്നും തിയററ്റിക്കലി പഠിക്കാൻ പറ്റില്ല, ഇതൊക്കെ സൈറ്റിൽ പോയാലേ മനസ്സിലാവുള്ളൂ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ പൈപ്പ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് ജോയിന്റ് ഒക്കെ പിന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എന്തെങ്കിലും റാപ്പിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടേ ഈ പൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഒരു ദിവസം ഈ റൂമിൻ്റെ ഉള്ളിൽ ആള് താമസിച്ചില്ലെങ്കിൽ ഒരു നഷ്ടം ചില്ലറല്ല, 15,000 റുപ്യ ആയിരുന്നു. അയാത്തിൽ എത്ര പൈസ ഒരു ദിവസം? 25 പ്രീമിയം ടൈപ്പ്. സാധാരണ ഒരു ഡീലക്സ് റൂമിൽ എത്ര അയാത്തിന്? 16,000 പ്ലസ് ടാക്സ്. ഇവിടെ ഒരു ബാത്റൂം പൊട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. 16,000 റുപ്യ പ്ലംബിങ്ങിന്റെ അടുത്ത് നിന്ന് കിട്ടുമോ? പ്ലംബിങ് കോൺട്രാക്ട് എടുത്ത് കിട്ടുമോ? അത് ചോദിച്ചാൽ പിന്നെ ആ ഏരിയക്കേ വരില്ല. ഒരു ദിവസം 16,000 റുപ്യ ആകെ ടെക്നീഷ്യന് കൊടുക്കണല്ലേ പൈസ. ശമ്പളം എത്ര? 1,200 റുപ്യ. ഇവിടെ എത്ര ചോദിക്കണം? 16,000. പ്രശ്നം മനസ്സിലായ? അപ്പൊ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് മതി ഇവിടെ ലീക്കേജ് വരും. മനസ്സിലായോ? അപ്പൊ അതിനെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ആ ഡ്രോയിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ ഒക്കെ എഴുതിച്ചു. മനസ്സിലായോ? ഇതാണ് നമ്മളെ എഞ്ചിനീയറിംഗ് വർക്ക്, സൈറ്റിലെ വർക്ക്. നമ്മൾ വിചാരിക്കും ബാത്റൂമിലെ പൈപ്പാണ്, ചില്ലറ പണിയാണ്. കോംപ്ലിക്കേഷൻ വരുന്ന സ്ഥലത്ത് ഈ സാധനം എഴുതണം. ഈ സാധനം നമുക്ക് ക്ലയന്റിനെയും കൺസൾട്ടിനെയും അറിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ഡോക്യുമെന്റ് റേസ് ചെയ്യണം. അതിന്റെ പേരാണ് RFI, റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. അപ്പൊ പ്ലംബിംഗിൽ എവിടെല്ലാം RFI റേസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ റേസ് ചെയ്യും. ആരുടെ പണിയാണ്? സൈറ്റ് എഞ്ചിനീയറുടെ പണിയാണ് കേട്ടോ. സൈറ്റ് എഞ്ചിനീയർ, ക്രാഫ്റ്റ്മാന്, QAQC, ഈ 3 ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കേസ്. ഇവിടെ അതുപോലെ കോംപ്ലിക്കേഷൻ വന്നിട്ട് അതും ഡ്രോയിങ് ആയിട്ട് കൊടുക്കും. അപ്പോൾ പ്ലംബിങ്ങിൽ ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരിക. അല്ല ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വേറൊരു ടൈപ്പ് ഡിസൈൻ ആണ് കാണിച്ചിട്ടുള്ളത്, ലെവൽ ഓഫ് സങ്കൻ സ്ലാബ് എന്ന് പറയാം. എന്താ സങ്കൻ സ്ലാബ്? ഇത് നാട്ടിലെ സിവിൽ എഞ്ചിനീയേഴ്സിന് ക്ലാസ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അവരൊക്കെ ഇതിൽ ഭയങ്കര ഇഷ്യൂസ് വരുന്ന ഏരിയകളാണ്. ചെറിയൊരു വീട് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതായി കഴിഞ്ഞാൽ അതോടുകൂടി ആ വീട്ടിലുള്ള ഓണറെ ട്രാക്ക് ജീവിതം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ശരിയാണോ? നമ്മളെ വീട്ടിൽ അന്ന് ചെയ്ത ഒരു എഞ്ചിനീയർ എന്തെങ്കിലും ഒരു തലവേദന കേസ് ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഏരിയ. പലപ്പോഴും ഇത് മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടാറുണ്ട്. ഇതിൽ ഒരു കേസ് പ്രത്യേകം പറയുന്നത് ആ പൈപ്പിന്റെ സ്ലോപ്പ് എത്ര പോകണം. ആ ഫ്ലോട്ടിനകത്ത് നിന്ന് പോണ പൈപ്പ് ഉണ്ടല്ലോ, അത് എത്ര സ്ലോപ്പ് പോകുന്നില്ല. അപ്പൊ ഇവിടെ ഇതിൽ ശരിക്കും സ്റ്റാൻഡേർഡ് ഇത്ര മാത്രമേ സ്ലോപ്പ് ഉള്ളൂ. ഇത് ഞാൻ എഴുതി ചേർത്തതാ. ഇത് മെയ്ഡ് ഇൻ ചെമ്മാടാണ്. ഈ ഭാഗം ഇന്റർനാഷണൽ റൂളാണ്. മനസ്സിലായി? ഇത് എവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുക? ഇത് പൈപ്പ് ഗ്രേഡിയന്റ്, സ്ലോപ്പ് ഗ്രേഡിയന്റ് എന്നാണ് സംഭവം. അതിന്റെ ചാർട്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നിങ്ങളോട് ഇന്റർവ്യൂവിൽ ചോദിക്കാം 4 ഇഞ്ചിന്റെ പൈപ്പിന്റെ സ്ലോപ്പ് എത്രയാണ്? 1:60. എന്താ 1:60? എന്താണ് 1:60? 1:100 എന്ന് പറഞ്ഞാൽ എന്താ? 1:100. ഞാനൊരു പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, ഖത്തറിലെ ഒരു ലെവൽ കോർഡിനേഷൻ ഡ്രോയിങ് ചെയ്തിട്ട് ഒരാൾ പിന്നെ ജോബ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇവിടുന്ന് തിരൂരിന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഡയറക്റ്റ് പോയി കിട്ടിയതാണ്. അപ്പൊ ഈ പൈപ്പില് പറഞ്ഞില്ല ഓർമ്മയില്ല, ഓട്ടോകാഡില് കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോ ഓട്ടോകാഡ് ഡ്രോയിങ്സ് നിങ്ങളിപ്പോ ഇവിടുന്ന് ചെയ്യുന്ന സാധനല്ലേ, അതിന് 4 മൂല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോർഡിനേറ്റ്സ് ആക്കാം. കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് നമ്പർ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോ ഈ ഓട്ടോകാഡിന്റെ 4 മൂല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ അതിന് കോർഡിനേറ്റ്സ് കിട്ടൂലേ? മനസ്സിലായോ? ഈ റൂമിലെ 4 കോർണർ, അതിന് നമ്മൾ GPS ടോട്ടൽ സ്റ്റേഷൻ വെച്ചിട്ട് 4 ലൊക്കേഷൻ 4 കോർഡിനേറ്റ്സ് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ടേബിൾ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു പെന്ന് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട് നോർത്ത് ഈസ്റ്റ് നമ്പർ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഓരോ ലൊക്കേഷനിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഇവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളില് ഒരു പൈപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ പൈപ്പ് അണ്ടർഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കാം. ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയില്ല, എക്സ്കവേഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ പൈപ്പ് ഇടണം. അപ്പൊ ബിൽഡിംഗ് ഇല്ല, ബിൽഡിംഗ് പോയി. ഇത് മാത്രമല്ല, ഫ്ലോട്ടിൽ പൈപ്പ് മാത്രമാണ്. അപ്പൊ ഈ കോർഡിനേറ്റ്സ് എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്തൂടെ? ഓട്ടോകാഡിൽ വലിയൊരു സെഗ്മെന്റ് ആണ്. സർവേ ചെയ്യുന്ന ടീമൊക്കെ അല്ലേ, അവരൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എവിടെയൊക്കെ ആവശ്യം എന്താ പറയുക? ഇലക്ട്രിക്കലിന്റെ മെയിൻ കേബിൾ ഇടുമ്പോൾ ആവശ്യം. കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല, എക്സ്കവേഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. ബേസ്മെന്റിന്റെ സബ്സ്ട്രക്ചറാ പറയുന്നത്. അങ്ങോട്ടൊരു കേബിൾ പോകേണ്ട വിചാരിക്കാം. ഇനി ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും കേബിൾ പോലെ. അപ്പൊ കേബിൾ അതിൽ കൂടി ഇടാൻ വെച്ചാൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, കേബിൾ ഇങ്ങനെ കൊണ്ടെടുക്കും. സാറിന്റെ എവിടെ എടുത്ത് വെച്ചു. എന്തില്ലെങ്കിൽ കോർഡിനേറ്റ്സ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? ആ കേബിൾ ഏത് ലൈനിൽ പോകണം, ഏത് റൂട്ടിൽ പോകണം, എവിടെ വരെ കേബിൾ ഇട്ട് വെക്കണം, പ്ലോട്ടിന്റെ ഉള്ളിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യണം, ഏത് പാർട്ടിലൂടെ എൻ്റർ ചെയ്യണം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആ കേബിൾ ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടിയാണ്. ഇപ്പൊ ഇതൊരു സബ്സ്റ്റേഷൻ റൂമാണ് വിചാരിച്ചു. സബ്സ്റ്റേഷൻ റൂമിൽ എനിക്ക് ഈ കോളത്തിന്റെ തൊട്ടടുത്ത് കൂടി ഇതിൽ കൂടെയാണ് കേബിൾ പാസ് ചെയ്യുന്നത്, അണ്ടർഗ്രൗണ്ട് വഴി. ബിൽഡിങ്ങിലെ ഒരു സാധനമില്ല, കോളത്തിന്റെ ഫൂട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ആ എക്സാക്ട് ലൊക്കേഷൻ എന്ത് വേണം? കോർഡിനേറ്റ്സ് വേണം. പ്ലാൻ ഇല്ല, സൈറ്റിൽ ഒരു സാധനമില്ല. മനസ്സിലായോ? അങ്ങനെ ചില സാധനങ്ങളൊക്കെ വരും, ചില എലമെന്റ്സ് വരും. ഒരൊറ്റ ഡോട്ടേ കൊടുക്കാനുണ്ടാവുള്ളൂ, അത് എവിടെ കൊടുക്കണം എന്നുണ്ടാവും. പണ്ടൊരു എഞ്ചിന്റെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ
ഒരു നെറ്റ് മാത്രം ടൈറ്റ് ചെയ്യാനുള്ള കഥ കിട്ടണോ? 1000 രൂപ ബില്ല് കൊടുത്തു, അതൊന്നും ചെയ്യുന്നില്ല. ഒരു എഞ്ചിന് കംപ്ലൈന്റ് ആയി, ടെക്നീഷ്യനെ വിളിച്ചു, ആദ്യത്തെ ആൾക്ക് നന്നാക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ടാമത്തെ ആളെ കമ്പനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നം, എഞ്ചിൻ വർക്കിനില്ല. അയാൾ വന്നിട്ട് ഒരു സ്പാനർ എടുത്തിട്ട് കുറച്ച് നേരം നോക്കി സ്പാനർ ഇട്ട് വെച്ചിട്ടായിരുന്നു 1000 രൂപ ബില്ല് കൊടുത്തു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു എന്തിനാ ബില്ല്? 5 രൂപ എന്തിന് ടൈറ്റ് ആക്കാനുള്ള പൈസ, 995 രൂപ. അത് എവിടെയാണ് എന്നുള്ളത് മനസ്സിലായോ? അതേപോലെയാണ് ഈ സാധനം. ഇത് വരക്കാൻ ഒരു വരയില്ലാവുള്ളൂ, പക്ഷെ എവിടെ വരക്കണം എന്നുള്ളത് കോർഡിനേറ്റ്സ് അറിഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും. അതിന് ഓർഡർ കാർഡിൽ അഡ്വാൻസ്ഡ് പോകണം. ഇപ്പൊ നിങ്ങൾ പഠിക്കണ്ട, അത് ഓൾറെഡി സർവേന്റെ ആൾക്കാർ ചെയ്തു. നിങ്ങൾക്ക് അറിയാനുള്ളത് ഇതാണ് ആ പോയിന്റ് എന്നുള്ളതാണ്. മനസ്സിലായോ? ഫാൽക്കൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ടീമുണ്ട് UAE. അവർ ഓൾറെഡി സർവേ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് റോഡിന്റെ കംപ്ലീറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിന് അവർക്ക് ഷെയർ ചെയ്യും. ഗവൺമെന്റ് അത് ഗൂഗിളിൽ എന്തിനാ മാപ്പിൽ പുതിയ റോഡ് വരുമ്പോ അപ്പൊ അറിയണ്ടേ, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സാധനം ഓട്ടോക്കാഡിലുള്ള പ്ലാൻ തന്നെ. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ പൈപ്പ് ഇങ്ങനെ ഇടാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് 2 കോർഡിനേറ്റ്സ് കിട്ടി. ഈ കോർഡിനേറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യുന്നത്? ഈ പൈപ്പിന്റെ ലെങ്ത് ആണ് ഈ 100 മീറ്റർ എന്ന് പറഞ്ഞ് വിചാരിക്കാം. ലെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലെങ്ത് അല്ല. ഓക്കെ, സ്ട്രേറ്റ് ലെങ്ത് അല്ല. അപ്പൊ സ്ട്രേറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 100 സെന്റിമീറ്റർ ഇതാണെങ്കിൽ ഇത് എത്ര? 1 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ബോട്ടവും ഇതും തമ്മിൽ 1 സെന്റിമീറ്റർ ആണ്. ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാ സാധനവും ആക്സിഡന്റ് ആയ 2 ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഓരോ പാർട്ടും ഇനി വലിയ പ്രൊജക്റ്റിലോട്ട് വരുമ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്തിട്ട് പറയും. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ചോദിക്കാം. 1:60 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ 60 സെന്റിമീറ്ററിനും ഓരോ സെന്റിമീറ്റർ സ്റ്റോ. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വരുമോ അതോ പ്ലംബിംഗിൽ മാത്രമേ വരുമോ? പറയാൻ പറ്റുമോ? ചെയ്യുമ്പോ ഓക്കെ, ഒരു കേസ് പറയാം. ഒരു സൈറ്റ് കണ്ടീഷൻ പറയാം. ഞാനിപ്പോ റൂഫ്, നമ്മള് ഏറ്റവും ടോപ്പിലുള്ള റൂഫില്ലേ, ആ റൂഫില് എനിക്ക് ഫ്ലോറിന്റെ ഫിനിഷിങ് ഒരേ ലെവലിലാവോ അതോ ചെരിഞ്ഞിട്ടാവോ? ചെരിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാ? വെള്ളം പാസ് ചെയ്ത് പോകണം അല്ലെ? അപ്പൊ ഈ റൂഫിന്റെ മുകളിൽ ഉള്ള ഇതാണ് സ്ലാബ് എന്ന് വിചാരിച്ചോ. റൂഫിന്റെ സ്ലാബ് അതാണ്. ഓക്കെ, ഇതാണ് അതിന്റെ ഫില്ലിങ്. നമ്മൾ ഇതിനെ പറഞ്ഞ പേര് സ്പീഡ് എന്നാണ്. സ്പീഡ് അല്ലെ? നമ്മൾ സാധാരണ എംസാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സിമെന്റ് വെച്ചിട്ടോ ബ്ലോക്ക് ചെയ്യുന്ന സാധനം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ലെവല് നമുക്കറിയാം. ഒരു പൈപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇടണം. പൈപ്പ് എന്തും ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, ഏത് സാധനമാവും. ഇലക്ട്രിക്കൽ ഏതാ വരിക? ലൈറ്റ് പോയിന്റ്, കോൺഡ്യൂട്ട് സാധനങ്ങളൊക്കെ വരാം. അപ്പൊ ഞാൻ ഈ പൈപ്പ് ഇടുന്ന സമയത്ത് ഒരു കൺസൾട്ടന്റ് ഒരു സ്പെസിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയറൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ പൈപ്പ് ആൻഡ് ദ ഫിനിഷിംഗ് ഫ്ലോർ മസ്റ്റ് ബി 10 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ പോരണ്ടോ? മനസ്സിലായോ? അതായത് ഞാൻ ഈ ഫിനിഷ് ചെയ്യാൻ പോകുന്നതിന്റെ അവിടെ മുതൽ ടോപ്പ് ഓഫ് ദ പൈപ്പും തമ്മിൽ 8 സെന്റിമീറ്റർ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത്? പൈപ്പ് എപ്പോഴായിട്ടുണ്ട്? സ്ലാബിന്റെ മുകളിലാണ് പൈപ്പ് ഉള്ളത്. ഈ ഭാഗം ഫിനിഷ് ആയോ? ഇല്ല. ആ പൈപ്പ് ഇങ്ങനെ ജസ്റ്റ് എയറിൽ വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ആ ഗ്യാപ്പ് അവിടെ വേണമെന്ന് പറയും. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ മനസ്സിലായി? ഞാൻ പറഞ്ഞെന്താ മനസ്സിലായി? എനിക്ക് ഇതാണ് ഇപ്പോൾ ഫ്ലോർ വിചാരിച്ചു. ഇതാണ് ഇപ്പോൾ ഫ്ലോർ. അപ്പോൾ സ്ലാബ് ചെയ്ത് വെച്ച് എനിക്ക് ഇവിടെ ഒരു പൈപ്പ് ഇടണം. ഈ പൈപ്പിന്റെ മുകളിൽ ഇത്രയും ഫില്ലിങ് വരുന്നുണ്ട്. അപ്പൊ ഈ പൈപ്പ് ഞാൻ ആദ്യം ഇങ്ങനെ എയറിൽ വെച്ചാൽ മതിയാണ്. എന്തുണ്ട്? അടിയിൽ സപ്പോർട്ട് കൊടുക്കും അല്ലെ? ഇവിടെയും സപ്പോർട്ട് കൊടുക്കും. ഈ സപ്പോർട്ടിന്റെ ലെവൽ എങ്ങനെയാ? ഈ പൈപ്പ് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതേപോലെ ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ ചെറിയ പീസ്, കല്ലിന്റെ പീസുകളോ അല്ലെങ്കിൽ ഹോളോബ്രിക്സിന്റെ പീസുകളോ ഇഷ്ടികന്റെ പീസുകളോ വെച്ചിട്ട് ആ പൈപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇനി അതല്ലെങ്കിൽ ചെറിയ 2 റോഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കും. കാര്യം കോൺക്രീറ്റ് ഇടുമ്പോൾ പൈപ്പ് ഇളകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ മുകളിൽ 8 സെന്റിമീറ്റർ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞാൽ ഈ പൈപ്പിന്റെ ഇവിടെയുള്ള ലെവലും ഇവിടെയുള്ള ലെവലും കിട്ടണ്ടേ?
അപ്പൊ അതാണ് ഈ ലെവലിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് ഡ്രെയിനേജ് മാത്രത്തിലല്ല, എവിടെല്ലാം നിങ്ങൾക്ക് സ്ലോപ്പ് ഉള്ള ഫ്ലോർ വരുന്നുണ്ടോ അവിടെയൊക്കെ അത് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവും. റൂഫിൽ വരാം, ബാത്റൂമിന്റെ ഉള്ളിൽ വരാം, പക്ഷെ ബാത്റൂമിന്റെ ഉള്ളിൽ ആരും ക്വാണ്ടിറ്റി ചെയ്യില്ല. പിന്നെ അതുപോലത്തെ ചെരിഞ്ഞ സ്ഥലങ്ങൾ നേരത്തെ ഇതിൽ കാണിച്ച മാതിരി സങ്കൺ സ്ലാബുകൾ, കാര്യം ഇതിന്റെ മുകളിലൊക്കെ ഫില്ലിങ് വരും. മനസ്സിലായി. അപ്പൊ ഇത്ര ക്ലിയറൻസ് വേണമെന്ന് എവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു പ്രൊജക്ഷൻ കണ്ടില്ലേ? ഈ പ്രൊജക്ഷൻ കോൺക്രീറ്റ് ഇടുമ്പോൾ ഇത് മാത്രം മുകളിലൊന്നും. അപ്പൊ ഇതും കവർ ചെയ്ത് പോകണ്ടേ? അപ്പൊ ഈ മുകളിലോട്ട് റേസ് ചെയ്ത ഈ ഭാഗം എത്ര ക്ലിയറൻസ് ആണെന്നുള്ളത് സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതവിടെ കൃത്യമായിട്ട് വേണം. അപ്പൊ അതാണ് ഈ സ്ലോപ്പിന്റെ ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ പൈപ്പ് എടുക്കുന്ന സമയത്ത് 110 mm പൈപ്പ്, 4 ഇഞ്ചിന്റെ പൈപ്പിന് എത്ര സ്ലോപ്പ് വേണം? 1:60. അടുത്തത് 160 ആണെങ്കിൽ 1:90. 200 mm ആണെങ്കിൽ 1:120. അതായത് 1 മീറ്ററും 20 സെന്റിമീറ്ററിനും 1 സെന്റിമീറ്റർ സ്ലോപ്പ്, 90 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ സ്ലോപ്പ്, അതുപോലെ 60 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ സ്ലോപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താ കാര്യം വെച്ചാൽ ഇത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. നീ ചോദിച്ചില്ലെങ്കിൽ പെട്ടെന്നൊരു പൈപ്പ് നിങ്ങൾ ഡ്രോയിങ്ങിൽ കാണിക്കുന്ന സമയത്ത് അതിന്റെ ടോപ്പ് ലെവലും ബോട്ടം ലെവലും എൻഡ് ലെവലും സ്റ്റാർട്ട് ലെവലും കൃത്യമായിട്ട് പറയാം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ലെവൽസ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് അടുത്ത ഇതിൽ പഠിക്കാണ്ട്. അപ്പൊ തൽക്കാലം ഇത് നോട്ട് ചെയ്ത് കൊടുക്കുക. സ്ലോപ്പ് ഓഫ് പൈപ്പ് ഇത് സയന്റിഫിക്കൽ അല്ല കേട്ടോ. ഈ സ്ലോപ്പ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ജസ്റ്റ് റെഫറൻസ് മാത്രം എഴുതിയാൽ മതി. നമുക്ക് ഈ ട്രാപ്പ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ 2 ക്ലാസ് കഴിക്കും. ഇനി ഞാനൊരു കേസ് സ്റ്റഡി പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടം ഓഫ് പൈപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഫ്ലോ ട്രാപ്പ് എടുക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോ ട്രാപ്പ് വെക്കുന്ന പൊസിഷൻ ഒക്കെ ഇതില് ഇമ്പോർട്ടന്റ് ആണ്. ബോട്ടം ഓഫ് പൈപ്പ് നിങ്ങളെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഈ ടേംസ് ഒന്നും കാണുന്നുണ്ടോ? അഡീഷണൽ പോയിന്റ്സ് ആണ് കാര്യം. സൈറ്റില് വർക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ എൻഡ് ചെയ്യുന്ന വരെ ഈ സാധനം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിലൊരു ഗ്രാഫ് ഉണ്ട്. PDF എല്ലാവരും ഡൗൺലോഡ് ചെയ്തില്ലേ? അല്ലേ? 12056ന്റെ ഒന്ന് എല്ലാവരും കൺഫേം ചെയ്യട്ടോ. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റിയെങ്കിൽ ആ ബുക്ക് ഒന്ന് പ്രിന്റ് എടുക്കേ. പിന്നെ അതുപോലെ തന്നെ UPC IPC ഏതാ ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡും യൂണിഫോം പ്ലംബിംഗ് കോഡും ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. 3 ഡോക്യുമെന്റ് ഇപ്പൊ പറഞ്ഞു. 12056 IPC ഇന്റർനാഷണൽ പ്ലംബിംഗ് കോഡ് UPC. 12056 അതിൽ 5 പാർട്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് ഹാൻഡ് ബുക്ക് റെഫർ ചെയ്ത് ഈ ബുക്കുകൾ എപ്പോഴും കയ്യിൽ വേണം. കാര്യം എന്താ വെച്ചാല് ഇത് ഇന്റർനാഷണൽ റൂൾസ് ആണ്. പക്ഷെ ഓരോ രാജ്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കസ്റ്റമൈസ് ചെയ്യാം. ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ട്. മനസ്സിലായി? അത് ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നാട്ടിലാകുമ്പോൾ നമുക്ക് NBC, KPBR, KMBR, CPWD എന്ന് പറഞ്ഞ 4 പിന്നെ റൂൾസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിന്റെ ബുക്സ് ഒക്കെ ഷെൽഫിലുണ്ട്. നീല കളറുള്ള സ്പൈറൽ ബൈൻഡിങ് ചെയ്തിട്ടുള്ള ബുക്സ് അതില്ല. ഓക്കെ, അടുത്തത് ഞാനിപ്പോ ഒരു റൂമിന്റെ ഉള്ളില് നിങ്ങളെ വീട്ടിലുള്ള ഒരു ഡിസൈൻ തന്നെ നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ 2 ഫ്ലോർ ആണ്. ഈ ഒരു ഫ്ലോറില് ഇപ്പൊ ഇത് ടൈലിന്റെ ഭാഗം, ഇത് സ്ലാബിന്റെ ഭാഗം. ഓക്കെ, ഇവിടെ നമുക്ക് ഓൾറെഡി സീലിംഗ് ഉണ്ട് വിചാരിക്കും. ഓക്കെ അല്ലേ? സീലിംഗ് ഉണ്ട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഞാനിവിടെ ഇതൊരു ബാത്റൂം ആണെന്ന് വിചാരിച്ചോ. ഈ ബാത്റൂമില് ഞാനിപ്പോ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത്രയും ഭാഗം ടോയ്ലറ്റ് ആണ്. ഇത് സെന്റർ സ്ലാബ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് വരയ്ക്കാണ്. ഈ സ്ലാബ് താഴ്ന്നിട്ടൊക്കെയാണ് ചെക്ക് വരിക ഇതിൽ കാണിച്ച പോലെ. പക്ഷെ ഞാൻ ഒറ്റ സ്ലാബ് ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫ്ലോ ട്രാപ്പ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു ഫ്ലോ ട്രാപ്പ് കൊടുത്തു. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് വിചാരിക്കും. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ആ വാഷ് ബേസിന്റെ ഡ്രെയിൻ പോയിന്റ് എങ്ങനെ വരിക? ഇവിടെ ഒരു ബോട്ടർ ട്രാപ്പ് കൊടുത്തു അല്ലെ? ആ ബോട്ടർ ട്രാപ്പിൽ നിന്ന് പൈപ്പ് ഇങ്ങോട്ട് വന്നു, പിന്നെ ചുവന്റെ ഉള്ളിൽ കൂടെ താഴോട്ട് ഇറങ്ങി. അപ്പൊ ഇതാണ് നമ്മളെ വോള്. എന്നിട്ട് ഈ പൈപ്പ് നേരെ ഫ്ലോ ട്രാപ്പിലോട്ട് കണക്ട് ചെയ്യും.
എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങളോട് ഒരു ടെക്നീഷ്യൻ വന്ന് ചോദിക്കുകയാണ്, അവിടുന്ന് പൈപ്പ് ഈ ഫ്ലോ ട്രാപ്പ് വരെ എത്തണം, ഇതിന്റെ ഒക്കെ ലെവൽസ് എന്താ? അപ്പൊ തൽക്കാലം നമ്മൾ ഓഫീസിൽ പോയി പറഞ്ഞാൽ എന്തെന്ത് ചെയ്യും, ഓഫീസിൽ എത്തിയതിനു ശേഷം സൂപ്പർവൈസറോടോ അല്ലെങ്കിൽ സീനിയർ എഞ്ചിനീയറോ കോപ്പി അടിച്ചതിന് ശേഷം ഇയാളോട് പോയി പറയും. അയാൾ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ ഇങ്ങനെ തന്നെ വരും, കുടുങ്ങിയ അപ്പോൾ ഉള്ള മാനം മുഴുവൻ കപ്പലിൽ കയറും. കയറിയില്ലേ? ഇനി ടെക്നീഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ? എപ്പോഴും ഒരു പ്രൊജക്ട് കയറി കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് 2-3 ഏരിയ നോക്കുക, അതിന്റെ ലെവൽസ് ചെക്ക് ചെയ്യുക, എഴുതി പഠിക്കുക. പഠിച്ചിട്ട് അവിടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് സെറാമിക് ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഒരു വാഷ് ബേസിൻ ഉണ്ടാവില്ലേ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഓർമ്മ ഉണ്ടാവും. ജാഗ്വാറിന്റെ ഒരു വീഡിയോ കണ്ടില്ലേ, ആ മെഷർമെന്റുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? എന്തൊക്കെയാ മെഷർമെന്റ്? വാഷ് ബേസിന്റെ ടോപ്പ് ലെവൽ 850, വാഷ് ബേസിന്റെ ട്രെയിൻ പോയിന്റ് 50, 2 ആംഗിൾ വാലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ കംപ്ലീറ്റ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് A to Z ഈ പോയിന്റുകൾ എവിടെയെന്ന് മനസ്സിലാവില്ല അല്ലെ? വീഡിയോ ഓർമ്മ ഉണ്ടാവും. ആ അങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററിക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ഈ പൈപ്പ് ഈ പൈപ്പ് ഇവിടെ വന്ന് ഇങ്ങനെ കയറി അല്ലെ, കയറി കഴിഞ്ഞിട്ട് ഈ പൈപ്പ് നേരെ താഴെ വന്നിട്ട് ഈ ഫ്ലോ ട്രാപ്പിലോട്ട് കണക്ട് ചെയ്യുന്നു, ശരിയല്ലേ? അപ്പോ ഞാൻ ഈ ഫ്ലോ ട്രാപ്പ് ഇവിടെ വെക്കുന്ന സമയത്ത് ഈ ഫ്ലോ ട്രാപ്പിന്റെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പാണ് ശരിക്കും ഇവിടുത്തെ സ്ലാബിൽ ക്രോസ് ചെയ്യുന്നത്, ശരിയല്ലേ? അല്ലെ? ആ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നത് 56 സെന്റിമീറ്റർ വരെ നമുക്ക് പോവാന്ന് പറയും. 56 സെന്റിമീറ്റർ നമ്മൾ ചെയ്യൂല, അതിന് കുറച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഞാനിവിടെ ഈ ഫ്ലോ ട്രാപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൈപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നു, ഇത് സ്ലാബാന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഒരു സ്ലാബിന്റെ തിക്നെസ് കാണിക്കും, ഇതാണ് സ്ലാബ്. അപ്പൊ അത് കഴിഞ്ഞ് പൈപ്പ് താഴോട്ട് ഇറങ്ങി, പിന്നെയാണ് ഫ്ലോ ട്രാപ്പ് ഉള്ളത്, ശരിയല്ലേ? അപ്പൊ ഈ പൈപ്പ് വന്നിട്ട് ഇതിൽ എൻറ്റർ ചെയ്യുന്ന ഭാഗം എത്രയെന്നുള്ളതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലാക്കണം? അതായത് ഈ ബ്രാഞ്ച് കണക്ട് ചെയ്യുന്ന ഭാഗം. അപ്പൊ നമുക്ക് ഈ പൈപ്പ് കൊടുത്തില്ല, ഈ പൈപ്പിന്റെ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യുക, ഫ്ലോ ട്രാപ്പിന്റെ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ക്ലിയർ ഹൈറ്റ് കിട്ടില്ല. മനസ്സിലായോ? അപ്പോ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോ ട്രാപ്പിന്റെ മെഷർമെന്റ് എടുക്കുക. അതിന് നിങ്ങൾക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോ ട്രാപ്പ് ഞാൻ പറഞ്ഞത് ഹെപ്വർത്ത് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലോ ട്രാപ്പിന്റെ പിക്ചർ എടുക്കും. ആ പിക്ചറിൽ നമുക്ക് എന്ത് കിട്ടും? 70 mm വാട്ടർ സീൽ എന്ന് കിട്ടും. അപ്പൊ ഈ ഫ്ലോ ട്രാപ്പ് എടുക്കേണ്ടത് കണ്ടീഷൻ എന്താണ്? 70 mm വാട്ടർ സീൽ. അപ്പൊ ഇന്ന് എല്ലാവരും പോയിട്ട് ആ ഫ്ലോ ട്രാപ്പിന്റെ ഫുൾ മെഷർമെന്റ് ഉള്ള ഒരു പിക്ചർ മനസ്സിലായോ? അപ്പൊ ആ ഫ്ലോ ട്രാപ്പിന്റെ താഴെ വരെയുള്ള, ഇപ്പൊ നമ്മൾ ഫ്ലോ ട്രാപ്പ് ഇങ്ങനെയാണ്, താഴെ വരെയുള്ള ബ്രാഞ്ചിന്റെ ഈ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, ഈ ഡിസ്റ്റൻസിന്റെ മുകളിലോട്ട് പൈപ്പിന്റെ പീസ് ഉണ്ടാവും, ആ ഡിസ്റ്റൻസ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലാബിന്റെ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പൊ സ്ലാബിന്റെ ഡിസ്റ്റൻസ് ഇപ്പൊ 20 സെന്റിമീറ്റർ ആയിരിക്കും, പൈപ്പിന്റെ എക്സ്റ്റൻഷൻ 10 സെന്റിമീറ്റർ. ഇവിടെ ഞാനൊരു 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 12 സെന്റിമീറ്റർ എടുക്കാം. ഇത് ഞാൻ വെറുതെ എഴുതിയതാട്ടോ, 12 ഇത് ആ ഡ്രോയിങ്ങിൽ നിന്ന് നടക്കുന്നത്. അപ്പൊ ടോട്ടൽ ഡെപ്ത് എത്രയും 20, 10, 30, 42 അല്ലെ? അപ്പൊ ഫ്ലോ ട്രാപ്പിന്റെ താഴോട്ട് ഇനി 7 സെന്റിമീറ്റർ വാട്ടർ സീൽ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡെപ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് 10 സെന്റിമീറ്റർ ആകുമ്പോൾ എത്രയായിരിക്കും? 30, 42. ഞാൻ ആ പറഞ്ഞ ഡെപ്ത് 56ന്റെ മേലോട്ട് പോയി വിചാരിച്ചു, പറ്റുമോ? ഞാനിപ്പോ ഇതിനെ സെഗ്മെന്റ് ചെയ്ത് മനസ്സിലായോ? സ്ലാബിന്റെ തിക്നെസ്, അതിന്റെ മുകളിലാണ് നമ്മളെ ഫ്ലോ ട്രാപ്പിന്റെ ആ ഗ്രേറ്റിംഗ് ഇരിക്കുന്ന, കവർ ഇരിക്കുന്നത്. അപ്പൊ സ്ലാബിന്റെ തിക്നെസ് ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്തു, പൈപ്പിന്റെ സൈസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫ്ലോ ട്രാപ്പിന്റെ ഡെപ്ത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് ഔട്ട് പോണ പൈപ്പ് ഉണ്ടല്ലോ, ഇതാണ് ഔട്ട് പോണ പൈപ്പ്, ഈ വലിയ പൈപ്പ്, ഇത് 3 ഇന്നാണ്. ഈ ഔട്ട് പോകുന്ന പൈപ്പിന്റെ ലെവൽ എനിക്ക് കിട്ടൂലേ? മനസ്സിലായോ? അതിന് എന്തൊക്കെ വേണം? ഫ്ലോ ട്രാപ്പിന്റെ ഡീറ്റെയിൽസ് വേണം,
എക്സ്റ്റെൻഡ് ചെയ്യുന്ന പൈപ്പിന്റെ പീസിന്റെ ഹൈറ്റ് എത്ര വേണം, അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് വേണം, സ്ലാബിന്റെ തിക്നെസ് വേണം. ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടി ഒരു പൈപ്പ് പോകുന്നുണ്ടെങ്കിൽ ആ പൈപ്പിന്റെ എക്സ്ട്രാക്ട് ബോട്ടം ഓഫ് പൈപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഞാൻ ബോട്ടം ഓഫ് പൈപ്പ് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക? ഈ ഫ്ലോറിൽ നിന്ന് ഇവിടെ വരേണ്ട ഡിസ്റ്റൻസ് ആണ് ബോട്ടം ഓഫ് പൈപ്പ്. അതിന് സിമ്പിൾ ആണ്. പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിൽ സൈറ്റിൽ നമുക്ക് കണ്ടോളൂ. അല്ലെങ്കിൽ സൂപ്പർവൈസർ മുന്നിലോ ടെക്നീഷ്യൻ മുന്നിലോ അഭിമാനം പറയാൻ വെച്ചിട്ട് അവിടെ. മനസ്സിലായോ? ഈ പിക്ചർ പലപ്പോഴും നമുക്ക് വരക്കേണ്ടി വരും. ഡീറ്റെയിൽ ഡ്രോയിങ് ഇതേപോലെ ഇലക്ട്രിക്കലിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ് ആ ഡ്രോയിങ്ങിന്റെ താഴെ ചെറിയ ചെറിയ ബോക്സുകളായിട്ട് കൊടുക്കുന്നു. കണ്ടോ? നോക്കിയിരുന്നു ആ ഡ്രോയിങ്? രണ്ടും ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആണ്. അതിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ കേബിൾസ് എങ്ങനെ കണക്ട് ചെയ്യണം, അതിന്റെ ലൈനുകൾ എങ്ങനെ പോകണം എന്നൊക്കെ. മനസ്സിലായോ? അപ്പോൾ അതുപോലെയാണ് ഡ്രെയിനേജിൽ റിസെറ്റ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമുക്ക് സൈറ്റിൽ കോംപ്ലിക്കേഷൻ വരുമ്പോഴല്ല ചെയ്യേണ്ടത്. കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലം ഏതാണെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്തു. മനസ്സിലായോ? ഇത് ഡിറ്റക്ട് ചെയ്യുന്ന സംഭവമാണ് റെവിറ്റ് ഡ്രോയിങ്. പക്ഷെ റെവിറ്റിൽ ഈ ഡിസ്റ്റൻസ് അറിയാത്തവൻ എങ്ങനെ ചെയ്യും? അതാണ് നിങ്ങൾ ഫസ്റ്റ് എൻക്വയറി ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, റെവിറ്റ് പഠിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ്, ഫസ്റ്റ് ആണ്. മനസ്സിലായോ? MEPന്റെ ഈ സെഗ്മെന്റും പ്രശ്നങ്ങളും ഫ്ലാഷുകളും അറിയാത്ത ഒരാള് റെവിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കും. സൈറ്റിൽ വരുമ്പോൾ ഡോർ ട്രാപ്പിന്റെ എക്സാക്ട് മെഷർമെന്റ് കിട്ടില്ലേ, തെറ്റില്ല. സ്ലാബിന്റെ തിക്നെസ് അറിയില്ല, തെറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഇത് കൃത്യമായിട്ട് ഓട്ടോകാഡിൽ ഒരു ചെറിയൊരു സ്കെച്ച് ഉണ്ടാക്കുക. നിങ്ങൾ ചെയ്യുന്ന ഡ്രോയിങ്സിന്റെ കൂടെ ഒരു ഡീറ്റെയിൽ പിക്ചർ പോലെ കൊടുക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ ഒരു ക്വസ്റ്റ്യനും പോലും ചോദിക്കണ്ട ഇന്റർവ്യൂവിൽ. നിങ്ങൾ ചെയ്ത ഡ്രോയിങ് ആണ്, ഈ ഡീറ്റെയിൽ നിങ്ങൾ ചെയ്താണ്. ഇത്രയും ഫ്ലോ ട്രാപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ സ്കെച്ച് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യും. അപ്പൊ നിങ്ങൾ പറയും ഇന്റർവ്യൂവിന് റെക്കമെൻഡ് വേണോ വേണ്ട? ആവശ്യമില്ല. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത ഒരാൾക്ക് അവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും. മനസ്സിലായോ? നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ കോർഡിനേഷനിലോട്ടാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് സാധനത്തിലോട്ടാണ്. ഇത് എത്ര ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പൊ പറഞ്ഞ കാര്യം? എവിടെയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി. കാര്യം അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ ഇത് ക്ലിയർ ചെയ്തെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെയാണോ? റെഡിയാണോ? അല്ല, ശരിക്കും അറിവില്ല. ഇതിൽ എവിടെയെങ്കിലും കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ചോദിക്കാം. എത്ര ചെറിയ ഡൗട്ടും ആയിക്കോട്ടെ. സ്വന്തമായിട്ട് വരക്കാൻ പറ്റും. ഒരു ഡ്രോയിങ് തന്നാൽ അതിന്റെ ഫ്ലോ ട്രാപ്പിലോട്ടുള്ള എൻട്രി, ഫ്ലോ ട്രാപ്പിന്റെ ഔട്ടിലുള്ള എൻട്രി, അതിന്റെ രണ്ടിന്റെയും ബോട്ടം ഓഫ് പൈപ്പ് മെഷർ ചെയ്ത് കൊടുക്കാൻ പറ്റും. 100% കോൺഫിഡൻസ് ഉള്ളവർക്ക് കയ്യൊക്കെ ചോദ്യം ചോദിക്കാനല്ല കേട്ടോ. എത്ര മനസ്സിലായെന്നത്? 100%. ഓക്കെ, 90% പറ്റുമോ? 80% കൈ ഒന്നുമില്ല, കൈ ഓപ്ഷൻ. 70%. ഈ 60. ഇനി താഴോട്ട് പോയാൽ ഞാൻ ഈ 2 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അടിയിൽ ഈ 2 ഫ്ലോർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എന്തായാലും തരും, ഡ്രോയിങ്ങിനുണ്ടാവും. ആ ഈ ഫ്ലോർ ഇവിടെ ഇപ്പൊ ഇതില്ലേ, സീലിംഗ് അല്ലേ? ഈ സീലിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് BOFC, ബോട്ടം ഓഫ് ഫാൾ സീലിംഗ് എന്ന് പറഞ്ഞിട്ട് തരും. അത് ആർക്കിടെക്ചർ തരില്ല. അതിനൊന്നും കൺസേൺ ആവണ്ട. എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മെഷർമെന്റ് എടുത്തിട്ട് സ്ലാബിന്റെ മെഷർമെന്റ് സിവിൽ എഞ്ചിനീയർ തരും. ഈ പൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. ഫ്ലോ ട്രാപ്പിന്റെ അളവ് നിങ്ങൾക്ക് എവിടെ കിട്ടും? എപ്പോഴത്തിന്റെ കാറ്റലോഗോ അല്ലെങ്കിൽ ഏതാണ് നമ്മൾ കാറ്റലോഗ് ഡൗൺലോഡ് ചെയ്ത് അതിലും കിട്ടും. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും. ഇതിൽ എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ ഇൻഫർമേഷൻ റെഡിലി അവൈലബിൾ ആണ്. അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത് നീ പറയും 100% പറ്റും, 90% പറ്റും, 80% പറ്റും, 70%, 60%. ഞാനീ ബാക്കിയുണ്ടോ? കൈ വെക്കാനുള്ളത് കരുതിയില്ല. എത്ര ശതമാനം ജീണ്ട് പറയും? 80 ഇല്ല.
79.5. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ കിട്ടും. പിന്നെന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത കൈ വെക്കണമെന്നുള്ളത്. ഇതെന്തിനാ പറയണ അറിയോ? ഇത് 1-2 സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇമാജിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആ കോൺഫിഡൻസ് ആണ് കമ്പനീന്റെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ. ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് വന്നാൽ കിട്ടുമെന്ന് ചോദിച്ചാല് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ഡാറ്റ സിവിലിന്റെ ആർക്കിടെക്ചറിന്റെ കയ്യിലുണ്ടാവും. നമ്മൾ വെക്കാൻ പോകുന്ന ഈ പ്രോട്ടോകോൾ മാത്രം. മനസ്സിലായോ? അപ്പൊ ആ ക്ലിയറൻസ് എത്രയെന്ന് കിട്ടി കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾക്ക് ഈസിലി സെറ്റ് ചെയ്യാൻ പറ്റും. ആ സംഭവമാണ് ഇവിടെ അവര് വരച്ചു വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് അറിയണ്ടേ ഈ ഫ്ലോ ട്രാപ്പിന്റെ ഡെപ്ത് എത്രയെന്നുള്ളത്? ആക്ച്വൽ മെഷർമെന്റ് കൊടുക്കണ്ടേ? മെഷർമെന്റ് കൊടുത്താലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ വലിയ ആനക്കാരൊന്നുമില്ല. എല്ലാ ഡീറ്റെയിൽസും ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സിവിലിന്റെ ആൾക്കാർ തരും. ഈ സെക്ഷൻ ഈ സ്ലാബിന്റെ തിക്നെസ് തരും, ഈ സ്ക്രീനിന്റെ തിക്നെസ് തരും. ഈ പാർട്ടപ്പ് ഓൾറെഡി അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ, അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ളത് ഈ പൈപ്പിന്റെ സൈസ് നമുക്ക് അറിയണല്ലേ. പാർട്ടപ്പിന് പോകുന്ന ട്രെയിൻ പൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു 40 mm അല്ലേ? ഫ്ലോ ട്രാപ്പിന്റെ ഔട്ട് പോണത് 85 mm. ഇതെന്താ പ്രശ്നം? ഇതിലെന്താ പറയാത്തത്? മനസ്സിലായോ? സംഭവം എന്താ വെച്ചാൽ ഈ സാധനം ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഒരു ചെറിയൊരു പെൻസിൽ കൊണ്ടെങ്കിലും സ്കെച്ച് ചെയ്താൽ നിങ്ങൾക്ക് സൈക്കിളിൽ യാതൊരു തലവേന ഇല്ലാത്ത വർക്ക് ചെയ്യും. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാതാണ് പോവുകയാണെങ്കിൽ ആ ടെക്നീഷ്യന്റെ വായുള്ള മുഴുവൻ കഴിയും. താൻ എന്ത് എഞ്ചിനീയറാണെന്ന് ചിലപ്പോൾ പച്ചക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു 30 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനാണ് വിചാരിച്ചു, 20 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ, അയാൾക്ക് ഇതൊക്കെ അറിയാം. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഒരു ജോലി ഇരിക്കില്ല. അപ്പോൾ നമ്മൾ അയാളെ മുന്നിൽ ഇരുന്നിട്ട് ഇത്ര സെന്റിമീറ്റർ നടന്നത് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ ജോലി ചെയ്യില്ല. അതിനൊക്കെ വല്ലാതെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഇവിടുന്ന് ഒന്ന് സെറ്റ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ അത്ര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ ഇത് ഇത്രയും വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിന് പിന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യം. ക്ലിയറാണോ? അപ്പോൾ ഈ ഭാഗം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തിലോട്ട് ജസ്റ്റ് പോവാം. ഇത്ര സമയം ഒരു ട്രാപ്പും കൂടി പഠിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ച 2 ട്രാപ്പ് എന്തായിരുന്നു? ഒന്ന് ബോട്ടിൽ ട്രാപ്പ്, ഒന്ന് ഫ്ലോ ട്രാപ്പ്. ഇനി അടുത്ത് നമ്മൾ ഗല്ലി ട്രാപ്പ് എന്നുള്ള സെഗ്മെന്റിലോട്ട് പോകണം. നമുക്കിത് എത്ര ഉണ്ടെന്ന് അറിയോ? എത്ര ട്രാപ്പ് ഉണ്ടെന്ന് അറിയാം? ഞാൻ ഒരു നോട്ട്സ് കാണിച്ചു തരാം. ഇന്റർവ്യൂവില് പലപ്പോഴും നിങ്ങളോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെ സിസ്റ്റംസ് ആണ് ഡ്രെയിനേജിലുള്ളതെന്ന് ഒരു ചോദ്യം, ഒരു റഫായിട്ട് ഒരു ചോദ്യം ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ ആ ട്രാപ്പുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രൊജക്റ്റ് വന്നാലും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഇവിടെ ചെറിയൊരു കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിലുള്ള സംഭവമാണ്. അതായത് ഒരു സിസ്റ്റം, ഒരു ഡ്രെയിനേജ് സിസ്റ്റം വരുന്ന സമയത്ത് ഫസ്റ്റ് മുതൽ ഞാൻ ഈ പിക്ചർ മായ്ക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പെൻസിലോണ്ട് സ്കെച്ച് ചെയ്യുക, ഓട്ടോകാഡ് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊരു ഡോക്യുമെന്റിലായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബുക്കിൽ വെക്കാം, ഇന്റർവ്യൂവിൽ പ്രസന്റ് ചെയ്യാം, പ്രിന്റ് ചെയ്ത് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ശരിക്ക് മെക്കാനിക്കൽ എന്ന് പറഞ്ഞ സൈഡിൽ മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. ആർമിയിലൊക്കെ ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ പാർട്ടാണ്. ഇവിടെ ഒരു ബാബു സാർ വന്നിരുന്നു. അയാൾ എക്സ് മിലിറ്ററിയാണ്. അയാളിവിടെ വന്നത് ഇന്നെക്കാളും പ്രായം കിട്ടും. ഇന്നെക്കാളും ഒരു 10-15 വയസ്സ് കിട്ടും. ഇവിടെ വന്നിട്ട് ഓട്ടോക്കാർ ഇതൊക്കെ പഠിച്ചു പോയത്. എന്തിനാ പഠിച്ചത്? അയാൾ ഗൾഫിൽ നിന്ന് റിട്ടയർ ആയതിന്റെ ശേഷം, ഗൾഫല്ല സോറി, ആർമിയിൽ നിന്ന് പെൻഷൻ ആയതിന്റെ ശേഷം ഇവിടെ വന്നിട്ട് ഇന്റീരിയർ കൺസ്ട്രക്ഷൻ്റെ ഒരു കമ്പനി തുടങ്ങി. അപ്പൊ അതിലോട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടി വന്നാൽ ജസ്റ്റ് ഓട്ടോക്കാടും അതിന്റെ ഡ്രാഫ്റ്റിംഗ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഓണറാണ്. അപ്പൊ അങ്ങനെ പഠിച്ച സമയത്ത് അങ്ങനെ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ ഈ പറഞ്ഞ സിസ്റ്റംസ് മുഴുവൻ ആർമിയിൽ ചെയ്തിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഇതെന്തിനാ മെക്കാനിക്കൽ പഠിക്കുന്നത്? മനസ്സിലായോ? ആർമിയിൽ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ അവിടെ വയനാട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയില്ലേ? എന്താ സാധനം? മെക്കാനിക്കലാണോ സിവിലാണോ? പ്യോർലി മെക്കാനിക്കൽ. മനസ്സിലായോ? അതിന്റെ കംപ്ലീറ്റ് എലമെന്റും മെക്കാനിക്കലാണ്. പക്ഷെ എന്താ അവിടെ പറയാം, സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്തിട്ടുണ്ടോ? ഡ്രസ് ബിൽഡിങ്ങിന്റെ മുകളിലുള്ള സാധനം പ്യോർലി മെക്കാനിക്കൽ. മനസ്സിലായോ? അതിന് ഉപയോഗിക്കുന്ന പൈപ്പുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇലക്ട്രിക്കലായി വിചാരിക്കുന്നത് നമ്മളെ പറഞ്ഞില്ല. അപ്പൊ MEPന്റെ ഉള്ളിൽ വന്നാൽ ഇതും ഉള്ളിൽ കുടിക്കാൻ. അപ്പൊ അത് ലാബില് തൽക്കാലം കണ്ട സിവില് മെക്കാനിക്കല്
ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, ഈ 4 ടാപ്പിൽ എന്ത് വന്നാലും എല്ലാവരും ചെയ്യും. ആർക്കും ഒഴിഞ്ഞിട്ട് പറ്റില്ല. ഈ സാധനത്തില് ഈ പറഞ്ഞ ഭാഗമില്ലേ, ഈ പറഞ്ഞ ഭാഗം സൈറ്റിൽ MEP എഞ്ചിനീയർ ഇല്ലെങ്കിൽ അവർക്ക് സിവിൽ എഞ്ചിൻ പ്രൊജക്ട് മാനേജർ ഇത് വരച്ചാണ്ട് കൊടുക്കണം. രാജൻ നമ്പൂതിരി എന്നുള്ളൊരു നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ സ്റ്റുഡന്റ് കൂടിയാണ്. അങ്ങനെ സ്റ്റുഡന്റുമാണ് ഞാൻ, അങ്ങനെ ഇന്ത്യ സ്റ്റുഡന്റ്, ഇങ്ങോട്ട് സ്റ്റുഡന്റ്, അങ്ങനെ ലീഡ് എഞ്ചിനീയറാണ്. അപ്പൊ അബുദാബിയിൽ പ്രൊജക്ട് മാനേജറാണ്. അവര് ഓൺലൈനായിട്ട് MEP കോഴ്സ് നമ്മളെടുത്ത് പഠിച്ചു. അപ്പൊ അവര് ഇത് സൈറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ MEP എഞ്ചിനീയർ വന്നില്ല, ആര് ചെയ്യണം? അങ്ങനെ ഇരുന്ന് സ്കെച്ച് ചെയ്തിട്ട് ടെക്നീഷ്യൻ കൊടുക്കണം. അവിടെ സൈറ്റ് ബ്ലോക്ക് കാണില്ല. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയർ ഇല്ല, ആ കമ്പനിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അവിടെ ഒരു കോള് വരും. അപ്പോൾ അബീദറിനോട് പറയും, അബീദറെ സെറ്റ് ചെയ്ത് കൊടുക്കും. അബീദർ തന്നെ ചെയ്തു. ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ബാച്ചിലുള്ള ഒരു സ്റ്റുഡന്റ് ഒന്ന് പ്ലംബിംഗ് പഠിക്കാതെ പോയി സൈറ്റിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്തൊരു അബദ്ധം എന്താ പറയുക, പ്രൊജക്റ്റില് ഏത് പൈപ്പൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ നോട്ട് ബുക്കിലുണ്ട് ഏത് പൈപ്പാണ്. 4514 കമ്പനി ഏതെന്ന് പറയേണ്ട ആവശ്യമില്ല, ആ നമ്പർ അറിഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പൊ അതാണ് എല്ലാവരും നോക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബോട്ടിൽ ട്രാപ്പ് പറഞ്ഞില്ലേ, ഇത് ഞാൻ പറയാൻ പോകുന്നത് ഡ്രെയിനേജിന്റെ സിസ്റ്റംസ് എന്തൊക്കെയെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ചെറിയ ചെറിയ ആൾട്രേഷൻ അവിടെ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു പോവുക ചെയ്യാം, പിന്നെ അത് ചേഞ്ചസ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് ബോട്ടിൽ ട്രാപ്പ് വേണം. എവിടെ വെക്കുക? വാഷ് ബേസിന്റെയും എൻട്രൻസിന്റെയും താഴെ. മറ്റുള്ളവര് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ട്രാപ്പ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാ പോവാ? ഫ്ലോർ ട്രാപ്പിലോട്ട് പോകും അല്ലെ? ഈ ലൈൻ അവിടെ കണക്ട് ചെയ്യുന്നത് ബോട്ടിൽ ട്രാപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലോർ ട്രാപ്പിലോട്ട് അല്ലെ? ഇനി ബോട്ടിൽ ട്രാപ്പ് ഇല്ലെങ്കിൽ ഇവിടെ ട്രാപ്പ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ബാത്തപ്പൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് നേരെ ഇതിലോട്ട് പോകും. അപ്പൊ അവിടെ ബോട്ടിൽ ട്രാപ്പ് എന്ന് പറയില്ല, ഫാബ്രിക്കേറ്റ് ചെയ്ത ട്രാപ്പ്. ഇനി ഈ 2 സാധനങ്ങൾ ചെയ്യുന്ന എന്താണ്? ബോട്ടിൽ ട്രാപ്പില് റൂമിന്റെ ഉള്ളിലുള്ള ഇൻസൈഡ് ആയിട്ടുള്ള എയർ ഒരിക്കലും ഈ പൈപ്പിലുള്ള എയറിനിട്ട് മിക്സ് ചെയ്യുന്നില്ല. അതായത് ഡ്രെയിൻ പൈപ്പിലെ എയർ ആയിട്ട് മിക്സ് ചെയ്യുന്നില്ല. എന്താണ് സാധനം? എയർ. നമ്മൾ മനസ്സിലായോ? നമ്മൾ നേരത്തെ PSQ ട്രാപ്പ് കണ്ടില്ലേ? അതിലൊക്കെ വാട്ടർ സീൽ ഇല്ലേ? അപ്പൊ ഇവിടെ കൊടുക്കുന്ന എല്ലാ ട്രാപ്പിലും, എല്ലാ സാനിറ്ററിയിലും ട്രാപ്പിന്റെ ഉള്ളിൽ വാട്ടർ സീൽ ഉണ്ടാവും. ഈ വാട്ടർ സീലില് ഒരിക്കലും റൂമിന്റെ ഉള്ളിലുള്ള എയറും ഡ്രെയിൻ പൈപ്പിലുള്ള എയറും തമ്മിൽ മിക്സ് ആവില്ല. മിക്സ് ചെയ്താൽ എന്താ അവസ്ഥ ഉണ്ടാവുക? ഫുൾ ടൈം സ്മെല്ല് അല്ലെ? ഇത് കഴിഞ്ഞാൽ ഫ്ലോർ ട്രാപ്പിലും ഒരു ട്രാപ്പില്ലേ അല്ലെ? ഇതിലും വെള്ളം നിൽക്കണില്ലേ? അപ്പൊ ഈ ഡ്രെയിൻ പൈപ്പിലെ എയറും ഈ എയറും നമ്മൾ എന്ത് ചെയ്യില്ല? മിക്സ് ചെയ്യില്ല. അപ്പോ ഇവിടെ ഡ്രെയിൻ പൈപ്പ് ഫ്ലോ ട്രാപ്പിന്റെ ഔട്ട് പൈപ്പ് ആയിട്ട് മിക്സ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഫ്ലോ ട്രാപ്പിന്റെ നിങ്ങളെ വീട്ടിലുള്ള പൈപ്പ് നേരെ പുറത്തോട്ടാണ് പോകുന്നത് അല്ലെ? ചില ആൾക്കാരെ വീട്ടിലൊക്കെ നേരെ പുറത്തോട്ട് പോയിട്ടുണ്ടാവും, ചില ആൾക്കാരെ വീട്ടിൽ ഒരു ടാങ്കിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ആ ട്രാപ്പിൽ ഇങ്ങനെ എന്താ സംഭവിക്കുക? സ്മെല്ല്, പുറത്തുള്ള സ്മെല്ല് മുഴുവൻ എടുക്കുക. മനസ്സിലായോ? ഇനി അത് നേരെ ഒരു ടാങ്കിലോട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ടാങ്കിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ല് ഉള്ളിലോട്ട് കയറില്ലേ? മനസ്സിലായോ? എത്ര ആൾക്കാരെ വീട്ടില് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട്, സെപ്റ്റി ടാങ്ക് അല്ലാതെ ഇല്ലേ? നേരെ തെങ്ങത്തോട്ടത്തിൽ എത്ര ആൾക്കാരെ വീട്ടിൽ പോകും? ഇത് രണ്ടായാലും ഫ്ലോ ട്രാപ്പ് വേണ്ടേ? മനസ്സിലായോ? അതിങ്ങനെ സംഭവിക്കുക, തെങ്ങിനോട്ടിലുള്ള ഞാനോട് ഉള്ളത് കയറും. ശരിയല്ലേ? അപ്പൊ ട്രാപ്പില്ലെങ്കിൽ നടക്കൂല. വാട്ടർ ട്രാപ്പിലും വാട്ടർ സീലിംഗ് വരും. സീലിംഗ് വരും. എന്റെ ഇന്റേണൽ പിക്ചർ ഞാൻ കാണിച്ചത്, ആ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ അല്ലേ? അപ്പൊ ഫ്ലോ ട്രാപ്പ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. എന്നാണ് ഗള്ളി ട്രാപ്പ് എന്ന് പറയുന്നത്? ഗള്ളി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഗല്ലിയിൽ വന്നിട്ട് ആരാ കളിക്കുന്ന വെക്കില്ലേ? ആ ഗല്ലി എന്താ? ഏരിയ. അതായത് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു പാസേജ്. അവിടെ ആരെയും വന്ന് കളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഗുണ്ടകൾ എന്തെങ്കിലും പെരുമാറും. അതായത് ആ നാട്ടുകാർ അല്ലേ? അപ്പൊ ഈ ഗല്ലി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഗല്ലി എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ബിൽഡിങ്ങും ഔട്ട്സൈഡ് ബിൽഡിങ്ങും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ സാധനങ്ങളെ വീടിന്റെ ബാത്റൂമിന്റെ തൊട്ട് പുറത്തുണ്ടാവും, പക്ഷെ വീടിന്റെ പുറത്തേക്ക് ഉണ്ടാവും. കേട്ടോ? ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലേ? ഇല്ല, അതന്നെ. അതായത് ഒരു 30 സെന്റിമീറ്ററിന്റെ ചെറിയൊരു മെറ്റൽ കവർ ഉണ്ടാവും, അതിന്റെ താഴെ ഒരു കുഴി ഉണ്ടാവും. ആ മെറ്റൽ കവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കച്ചറ കുടിക്കുന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാം. മനസ്സിലായി? അതിനാണ് ഗല്ലി ട്രാപ്പ് എന്ന് പറയുക. അത് എവിടെ ഉണ്ടാവുക? ഔട്ടർ വാളിന്റെ പുറത്ത്.
അതായത് വീടിന്റെ വോളില്ലേ അപ്പുറത്ത് തറയുണ്ടാവും. അപ്പൊ ഇതെന്താണ്, ഇത് ഇൻസൈഡ് ബിൽഡിങ്ങും ഔട്ട്സൈഡ് ബിൽഡിങ്ങും എയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്, അല്ലെങ്കിൽ സർവീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന. മനസ്സിലായോ? ഇതിന്റെ പേരെന്താണ്? ഗള്ളി ട്രാപ്പ്. ഇനി ഇനി വരാനുള്ള സാധനങ്ങൾ ഒന്നെങ്കിൽ ഇതിന് ബദലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടീഷൻസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. ഇത് പെർഫെക്റ്റ്ലി റൈറ്റ് ആണെന്ന് എല്ലാ പ്രോജക്റ്റിനോടും പറയാൻ പറ്റില്ല. ഈ ഗള്ളി ട്രാപ്പിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മണലോ ഓയിലോ വന്നാൽ എന്താ സംഭവിക്കുക? കിച്ചണിന് പോണ പൈപ്പ് ഉണ്ടല്ലോ, ആ കിച്ചണിന് പോണ പൈപ്പിന്റെ ഉള്ളില് എപ്പോഴും കറുത്ത കളർ ഉണ്ടാവും. ഉണ്ടോ? ബാത്റൂമിൽ നിന്ന് പോണ പൈപ്പിന്റെ ഉള്ളിൽ കറുത്ത കളർ ഉണ്ടാവും. വളരെ ചാൻസ് കുറവാണ്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ബാത്റൂമിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഓയിലിന്റെ കണ്ടന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കറുത്ത കളറില്ല. മനസ്സിലായോ? പ്രത്യേകിച്ച് എണ്ണ തേച്ച് കുളിക്കുന്ന ആൾക്കാർ അല്ലേ, ഇന്നാ തൈലം ഒരു ഞായറാഴ്ച കണ്ട് പോയിട്ട് മൊത്തം ആ വീട്ടിലുള്ള എണ്ണ മുഴുവൻ കളഞ്ഞിട്ട് അവസാനം വീട്ടിൽ നിന്ന് കുറെ ചീറ്റിങ് കിട്ടും. എന്തൊരു എണ്ണപ്പൊടി കളയും അല്ലേ? അപ്പൊ എണ്ണ അവിടെ ഉണ്ടെങ്കിൽ ഈ സംഭവം അവിടെ സംഭവിക്കാം. മനസ്സിലായോ? അപ്പൊ ഓയിൽ, രണ്ട് സാധനങ്ങൾ എപ്പോഴും വില്ലന്മാരാണ്. ലോകത്ത് എവിടെ പോയാലും ഡ്രെയിനേജിൽ വില്ലന്മാരാണ്. ഇതിൽ രണ്ടാണ് ആരൊക്കെ? ഒന്ന് ഓയിലും എന്താ പറയാ സാൻഡ്. സാൻഡിന്റെ തൊട്ട് എന്താ, കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിച്ചു വന്നിട്ട് കാല് ബാത്റൂമിൽ നിന്ന് കഴുകി കഴിഞ്ഞാൽ അവിടെ ആ മണൽ എപ്പോഴും ഉണ്ടാവും അല്ലേ? എപ്പോ വരെ ഉണ്ടാവും? നമ്മളൊരു ബക്കറ്റോ അല്ലെങ്കിൽ വലിയൊരു പാട്ട് എടുത്തിട്ട് ഒന്നായിട്ട് വെക്കുന്നവരെ ആ മണലാവും. അനങ്ങോ? അനങ്ങില്ല. അങ്ങനെ മേലെ കൂടി ഇങ്ങനെ വെള്ളം സ്ലിപ്പ് ചെയ്ത്. അപ്പൊ ഈ സാൻഡിന്റെ പ്രശ്നം എന്താ? അവിടെ ഇങ്ങനെ നിൽക്കും, അനങ്ങില്ല. മനസ്സിലായി? എന്തുകൊണ്ടാണ്? ഒന്നാമത് അതിന്റെ സൈസ് വളരെ ചെറുതാണ്, ഉരുണ്ട് പോകില്ല. വലിയ കല്ലാണെങ്കിൽ ഉരുണ്ട് പോകില്ല. അപ്പൊ ഈ സാൻഡ് ഈവൻ നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ ലൈൻസ് ഒക്കെ അല്ലേ, ഡ്രെയിനേജ് ലൈൻ, അതിൽ വരെ കുടുങ്ങിയാൽ ഭയങ്കര ഡേഞ്ചറാണ്. മനസ്സിലായി? അപ്പൊ ഈ രണ്ട് സാധനം എപ്പോഴും ഒഴിവാക്കും. ഈ രണ്ട് സാധനം ഒഴിവാക്കണമെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേര് എന്താണ്? ഒന്ന് സാൻഡ് ട്രാപ്പ്, ഒന്ന് ഗ്രീസ് ട്രാപ്പ് എന്ന് പറയും. രണ്ടിന് ഷോർട്ട് ടൈം ഇങ്ങനെ വരിക, GRTയും ST. അത് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗള്ളി ട്രാപ്പിന്റെ ഉള്ളിൽ സാൻഡ് കൂടുതലായ എന്താ സംഭവിക്കുക? ബ്ലോക്ക് ആവും, പെട്ടെന്ന് ബ്ലോക്ക് ആവും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. സീ സൈഡിലുള്ള റിസോർട്ടുകളില്ലേ, നേരെ കടലിന് അല്ലെങ്കിൽ കോവളം പോയുണ്ട്, നല്ല സെൻസിലെടുക്കുക. കോവളം പോയ ആൾക്കാരറിയുന്നു, ആൾക്കാരുണ്ട്. ഓക്കെ, അവിടെ ബീച്ചില് കുളിച്ചു കഴിഞ്ഞാല് ആ മണലോട് കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോ ഹോട്ടലിലെ ആൾക്കാർ എന്ത് പറയും? അവിടെ ഷവർ ഉണ്ട്, ഒന്ന് ഫ്രഷ് ആയിട്ട് കൊടുക്കുക. അല്ലെ അവർ പറയും ആ കടലിൽ കയറി കഴിഞ്ഞാൽ ആ ഉപ്പിന്റെ രസം സ്കിന്നിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഹെൽത്തിന് ഭയങ്കര കേടാണ്, ഒന്ന് നല്ല വെള്ളം ഉണ്ട് അവിടെ കഴുകിയിട്ട് കേൾക്കൂല, അപ്പൊ സ്കിന്നൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? സ്കിന്നിന് ഫെയർനെസ് പോകും. അപ്പൊ ഇത് കേട്ട ഉടനെ എന്ത് ചെയ്യും? വേഗം ക്ലിയർ ആക്കും. അല്ലെങ്കിലേ കടപ്പുറത്തുനിന്ന് കയറുമ്പോൾ കറുത്തിട്ടാണ് കയറുന്നത് അല്ലേ? അപ്പൊ ഫെയർനെസ് കൂടി പോയാൽ പിന്നെ ഡെസ്പായില്ലേ? അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫെയർനെസ് കിട്ടാൻ തന്നെയാണ്, രണ്ടാമത്തെ എന്താ, ആ മണലിങ്ങനെ ഉള്ളിലേക്ക് കയറ്റിയുണ്ട്. അപ്പൊ അവിടെ ഷവർ വെച്ച് കഴിഞ്ഞാൽ ആ ഷവറിന്റെ താഴെ ഗള്ളിട്രാപ്പ് വെച്ചുള്ള അവസ്ഥ ചെയ്യും. ഫ്ലോ ട്രാപ്പ് വെച്ചാലോ ഫുള്ള് മണലായിരിക്കും ഫ്ലോ ട്രാപ്പില്. ഇത്രയും ലെവലില് മണലങ്ങ് കൂടിയാൽ പിന്നെ അനങ്ങോ വെള്ളം. മനസ്സിലായോ? ഇതേ പ്രശ്നം ഒരു സൈറ്റിലുണ്ടായിരുന്നു. സൈറ്റ് അല്ലയിലുള്ള സൈറ്റാണ്. അവിടെ മണൽക്കാറ്റ് അടിച്ചുകൊണ്ടേ, സമ്മർ ആണെങ്കിലും ചിലപ്പോൾ വിന്റർ ആണെങ്കിൽ പോലും ചെറുതായിട്ട് മണലടിക്കും. ഈ മണൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഇന്റർലോക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ടെക്നീഷ്യന്മാർ എന്ത് ചെയ്യുന്നത്, മാൻഹോളാണ്ട് തുറക്കും, കണ്ട് ഫ്രഷ് ചെയ്യും. ഇതുണ്ടാവുക. അപ്പൊ നമ്മളെ കമ്പനിയിൽ ചില ബംഗാളികളുണ്ട്, അവർ രണ്ടും കൽപ്പിച്ച് ഫുൾ പോളിത്തീൻ കവർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങും. ഇറങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? എല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാ ആൾക്കാരും ഉണ്ടാവില്ലേ? വേസ്റ്റിലും സോയിലും എല്ലാവരും ഉണ്ടാവില്ലേ? ദൂരാണ്ട് ഇറങ്ങും, ഇറങ്ങിയിട്ട് കൈ കൊണ്ടൊന്ന് വാരിട്ട് ആ മണല് പുറത്തോട്ട് പോകും. എന്നിട്ട് ഒരു 1500 ദിർഹംസ് ഒരു ബില്ലാണ്ട് കൊടുക്കും. ആ ബില്ല് 2 മണിക്കൂർ കൊണ്ട് ഇതിൽ മുങ്ങിയാലും കുഴപ്പമില്ല, 1500 ദിർഹംസ് ഒറ്റയടിക്കും. എന്തിനാ അറിയാം ഇത്ര 1500 ദിർഹംസ് വാങ്ങിക്കുന്നു? ഈ മേലാൽ ആ മണലിടാൻ പാടില്ല.
അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ എടുത്തതിന്റെ ശേഷം പറയും സർ ഇത് ഞങ്ങളെ കുഴപ്പമില്ല, ബ്രഷ് ചെയ്തിട്ട് ഒരാളായിട്ടുള്ള കൊടുക്കും, അയാൾ മനസ്സിലായി. അപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് മണലിട്ട് കഴിഞ്ഞാൽ നല്ല ബില്ല് വരും. ബില്ല് ബില്ല് ഒരു പ്രാവശ്യം കൊടുക്കുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കൊടുക്കും. വലിയ ബില്ല് അതില്ല, ചെറിയ ബില്ലൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ല 500 റംസ് കൊടുത്തിട്ട് അറബികളെ പറ്റിക്കുന്ന വീടുന്നില്ലേ, അതേപോലെ ഇത് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റും പറയാം. അപ്പൊ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ട്, അവിടെ മണൽക്കാറ്റ് അടിക്കുന്നത് ധൈര്യമായിട്ട് പോയിക്കോ, അല്ലെങ്കിൽ കൂട്ടി പോയാൽ അത് നമുക്ക് വാങ്ങി ഇറങ്ങാം, പൈസ അത്യാവശ്യം വേറെ കൊടുക്കും. മനസ്സിലായി. അപ്പൊ ഇതാണ് ഈ സാൻഡ് ട്രാപ്പിന്റെ പ്രത്യേകത. ഈ സാൻഡ് ട്രാപ്പ് അവിടെ ഉണ്ടെങ്കിലോ പ്രശ്നമില്ല, ആ സാൻഡ് ട്രാപ്പിൽ ഉണ്ടാവും, അവിടുന്ന് ബക്കറ്റ് വെച്ച് ക്ലീൻ ചെയ്യാം. പക്ഷെ സാൻഡ് ട്രാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒരിക്കലും ഏതിൽ കണക്ട് ചെയ്യില്ല, സോയിലിൽ കണക്ട് ചെയ്യില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ സോയിലും വേസ്റ്റ് ഇല്ലേ, അപ്പൊ അവിടെ സോയിലിൽ കണക്ട് ചെയ്യില്ല, അത് സെപ്പറേറ്റ് തന്നെ. അതായത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളില് ടോയ്ലറ്റ് ഉണ്ട്, ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളില് അബ്ലൂഷൻ ഏരിയ ഉണ്ട്. അബ്ലൂഷൻ അറിയില്ല എന്താണ്, നമ്മൾ ഒന്നുകൂടെ എടുക്കുന്ന സ്ഥലം അല്ലെ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സീ സൈഡിൽ നിന്ന് ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു അബ്ലൂഷൻ ഉണ്ട്. ഈ ടോയ്ലറ്റിന്റെ ഡബ്ല്യൂസിന്റെ വരുന്ന ലൈന് വേറെ, അബ്ലൂഷന്റെ സൈഡിൽ നിന്ന് വരുന്നത് വേറെ. എന്തുകൊണ്ടാ ഇതൊന്ന് ആലോചിക്കുക, ഇതിലോട്ട് മണൽ മിക്സ് ചെയ്യാനുള്ള അവസ്ഥ ആലോചിക്കുക, പ്രശ്നം മനസ്സിലായോ? അപ്പൊ നമ്മൾ എപ്പോഴും സാൻഡ് ട്രാപ്പ് ഇവിടെ വെക്കും, ഇവിടെ വെക്കും, എന്നിട്ട് ഇത് വേറെ ഇത് വേറെ. അപ്പൊ ഈ സാൻഡ് ട്രാപ്പിന്ന് സാൻഡ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ മാത്രമല്ലേ പോകുള്ളൂ, അപ്പൊ പിന്നെ നമുക്ക് സോയിൽ കണക്ട് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടി പിന്നെ കണക്ട് ചെയ്തിട്ട് സെയിം ലൈനിൽ കൊടുക്കാം, പ്രശ്നമില്ല. അപ്പൊ ഈ സാൻഡ് ട്രാപ്പ് എവിടെ വെക്കണം എന്നുള്ളത് പ്രൊജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഗല്ലി ട്രാപ്പിന് മണൽ പിറ്റാവും, പിന്നെ ഗല്ലി ട്രാപ്പ് ക്ലീൻ ചെയ്യാൻ പറയും. സാൻഡ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാൻഹോളാണ്. അതിന്റെ അടിയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന്റെ അടിയിൽ പൈപ്പ് മുകളിലേക്ക് ഉണ്ടാവുക, മണൽ ഇവിടെ കൂടി കിടക്കും. മണൽ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ലിഫ്റ്റ് ചെയ്ത് പുറത്തോട്ട് കളയാം. മനസ്സിലായി, അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അപ്പൊ ഈ സാൻഡ് ട്രാപ്പും ഗ്രീസ് ട്രാപ്പും, ഗ്രീസിനും ഇതേ പ്രശ്നം. ഗ്രീസ് എന്ന് പറഞ്ഞ പേര് മാത്രമാണ്, ഓയിൽ കണ്ടന്റ് ഉള്ള എല്ലാ സാധനവും ഗ്രീസാണ്. അപ്പൊ ഈ ഗ്രീസ് ട്രാപ്പ് ഇവിടെ വെക്കുക, സാധാരണ കിച്ചണിൽ നമുക്ക് വെക്കാം, പക്ഷെ അത്രമാത്രം ഓയിൽ അവിടെ വരില്ല. അപ്പൊ റെസ്റ്റോറന്റ് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, കമേഴ്ഷ്യൽ കിച്ചൺ, അതിലാണ് ഈ സാധനം. അപ്പൊ ഈ രണ്ട് സാധനം, ഈ രണ്ട് കാര്യങ്ങള്, ഓയിലും സാൻഡും നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ കൊടുക്കാം, പക്ഷെ അത് പലപ്പോഴും തെറ്റാവും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് സാധനം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതിലൊന്നും സോയിൽ വരുന്നില്ല, ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ലൈൻ കേട്ടോ, ഇതിലൊന്നും സോയിൽ വരുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാൻഹോൾസിലോട്ട് കൊടുക്കാം. ഈ മാൻഹോൾസ് എന്താണ്, അപ്പുറത്തുനിന്ന് സോയിൽ വരുന്നുണ്ടാവും, ഇപ്പുറത്തുനിന്ന് വേസ്റ്റ് വരുന്നുണ്ടാവും, അതൊക്കെ ആ മാൻഹോൾസിലോട്ട് ഒറ്റ ലൈനായിട്ട് വരും. അപ്പൊ അതിന്റെ മുമ്പ് ഈ പ്രോസസ്സ് നടക്കണം. ഇതിലേതെങ്കിലും നിങ്ങൾ മിസ്സാക്കി വെക്കുക, പണി. അതാണ് ഈ സിസ്റ്റംസ് ഇന്റർവ്യൂവിൽ സ്കെച്ച് ചെയ്ത് കാണിച്ചു. ഡ്രെയിനേജ് സിസ്റ്റം എന്താണ്, എങ്ങനെയൊക്കെ വരിക, ഇതിന് ഈ പ്രൊജക്ടിന്റെ അനുസരിച്ച് ഇതിന് ഓരോ സാധനത്തിന്റെ വോളിയം വ്യത്യാസം വരും. ഒരു സാധാരണ വില്ലയിൽ ഉപയോഗിക്കുന്ന ഫ്ലോ ട്രാപ്പ് ആവില്ല, അല്ലെങ്കിൽ ഗല്ലി ട്രാപ്പ് ആവില്ല, ഒരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഗല്ലി ട്രാപ്പിൽ വേറെ കുറെ ടൈപ്പ് വരും, ഇതിന്റെ ഉള്ളിൽ തന്നെ പല പല ടൈപ്പ് വരും. ഇനി മാനുവലിലൂടെ സെറ്റ് ചെയ്തല്ലോ, ഈ മാനുവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലിന് നേരെ ലൈന് ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഈ പ്ലോട്ട് ഇതാ, ഈ പ്ലോട്ടിൽ ലാസ്റ്റ് ഒരു മാനുവൽ ഉണ്ടാവും. ആ മാനുവലിന്റെ പേരാണ് FIC, ഫൈനൽ ഇൻസ്പെക്ഷൻ ചേമ്പർ. ഇതും സാധനം ഒന്ന് തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ലാസ്റ്റ് മാനുവലാണ്, ഇത് ഇതിന്റെ ഇൻവിറ്റീവിന് ഏത് മാനുവലും മാനുവൽ മനസ്സിലായോ? അപ്പൊ FIC കഴിഞ്ഞാൽ അടുത്തത് കണക്ട് ചെയ്യാൻ പോകുന്നത് വേറൊരു മാനുവലാണ്, എന്റെ പേരാണ് DM. DM എന്താ അല്ല, ഡിപ്പാർട്ട്മെന്റ് മാനുവൽ. എനിക്ക് മാറ്റി പറയുന്നത് അറിയാം. അപ്പൊ DM എന്ന് കാണുമ്പോൾ രണ്ട് പേരുണ്ട്. ഒന്ന് ദുബായ് മുനിസിപ്പാലിറ്റി, ഓൾറെഡി നിങ്ങളെ ദീപ അല്ലേ, ദീപ ഡോക്യുമെന്റ് DM എന്ന് പറയുന്നത് എന്താണ്, ദുബായ് മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ ഫയർ കോഡ്, UAE ഫയർ കോഡ് ഇല്ലേ, അല്ലെങ്കിൽ സിവിൽ ഡിഫൻസ് ഇല്ലേ, അതിന് ദുബായ് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ DCD എന്ന് പറയും, ദുബായ് സിവിൽ ഡിഫൻസ്. മനസ്സിലായി? അപ്പൊ ഇവിടെ DM എന്ന് പറയുന്നത്, പ്ലംബിങ്ങിന്റെ DM എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് മാനുവലാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് മാനുവലിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോവാം, ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്കിലോട്ട് പോവാം. അല്ലെങ്കിൽ FIC കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് സെപ്റ്റി ടാങ്ക്. DM ഉണ്ടാവും, നമ്മുടെ പ്രിമിസസിൽ ഉണ്ടാവും,
DM-ന്റെ നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ് മാനുവലിന്റെ നെറ്റ്വർക്ക് അവിടെ ഉണ്ടെങ്കിൽ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നെറ്റ്വർക്ക് ഇല്ലെങ്കിലോ? നിങ്ങളെ വീട്ടിന്റെ അടുത്ത് ഗവൺമെന്റ് നെറ്റ്വർക്ക് ഉണ്ടാവും, ഡ്രെയിനേജ് ഇല്ല, അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? സെപ്റ്റി ടാങ്ക്. സെപ്റ്റി ടാങ്കിൽ ഓൾറെഡി വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഉണ്ട് അല്ലേ? നമ്മളെ വീട്ടിലൊക്കെ സെപ്റ്റി ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ടാവും. അബ്സോർബ് ചെയ്ത് പോയില്ലെങ്കിലോ പ്രഷർ വന്നിട്ട് എടുത്തു പോകണം. നിങ്ങൾ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജിന്റെ ട്രക്കുകൾ ഉണ്ട്, അത് വന്ന് ലിഫ്റ്റ് ചെയ്ത് പോകണം. മനസ്സിലായി? അത് വന്ന് ലിഫ്റ്റ് ചെയ്ത് പോകാനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന സാധനത്തിന്റെ പേരാണ് ഹോൾഡിംഗ് ടാങ്ക്. ഹോൾഡിംഗ് ടാങ്കിന്റെ പ്രത്യേകത എന്താ? ഹോൾഡിംഗ് ടാങ്കിന്റെ പ്രത്യേകത ഒരുപാട് ദിവസത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വലിയ ടാങ്ക്. സെപ്റ്റി ടാങ്കിനകത്തൊക്കെ ഒരുപാട് ടൈംസ് വലിപ്പമുള്ള സാധനം. മനസ്സിലായോ? ഇത് എവിടെ ഉപയോഗിക്കാറ്? ഡെസേർട്ട് ഏരിയ, റിമോട്ട് ഏരിയ, അവിടെ വേറൊരു ഫെസിലിറ്റി ഇല്ല, മണ്ണിലോട്ട് ഒരിക്കലും വെള്ളം അബ്സോർബ് ചെയ്യുന്നില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നിൽക്കും. എന്നാലും നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ മണൽ മാത്രമുള്ള സ്ഥലമാണ്, വെള്ളം വലിഞ്ഞു പോകും, പ്രയാസമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? സോക്കവേ എന്ന് പറയുന്ന ഒരു സാധനം. സോക്കവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ റയറായിട്ട് കിട്ടുന്ന സാധനമാണ്. ഗൾഫിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ലൈൻസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്തു? എവിടെ നിന്ന് തുടങ്ങി? GT അല്ലെങ്കിൽ ST അല്ലെങ്കിൽ CRT അങ്ങനെ കൊടുക്കും. ഒന്നും കൊടുക്കും. ഇത് കൊടുത്തിട്ട് കൂടുതൽ സാൻഡ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ GT കൊടുത്തിട്ട് ST കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ മടങ്ങ് കൊടുക്കും. ഓയിലാണെങ്കിലും അതിന്റെ പ്രശ്നം. ഇനി പേരിന് ഒരു ട്രാപ്പ് കൊടുക്കുന്ന പരിപാടി ഉണ്ട്. ഈ GTന്റെ GRന്റെ തൊട്ട് മുമ്പ് ചെറിയൊരു ട്രാപ്പ് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ സെഡിമെന്റ്സ് വരുന്ന സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെ ചില സമയത്തൊക്കെ ഗള്ളി ട്രാപ്പ് അവോയ്ഡ് ചെയ്യും. ഇതിന്റെ കാര്യം ചില താങ്ങാൻ പറ്റില്ല, അത്രയും ഹ്യൂജ് വാട്ടർ പുറത്തോട്ട് വരും. അപ്പോൾ ഈ സെഗ്മെന്റ് മനസ്സിലായോ? അതായത് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ എന്തൊക്കെ വേണം, എവിടെ നിന്ന് തുടങ്ങണം? ഒരു സാധാരണ വാഷ് ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തണം? ഹോൾഡിംഗ് ടാങ്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലായി? ഈ ലൈൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ. ഡിപ്പാർട്ട്മെന്റ് മാനോട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്യൂട്ടിയല്ല, പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും. ഞാൻ ഇതിന്റെ ഒരു സോക്കവേ ഹോൾഡിംഗ് ടാങ്ക്സിൽ ഒരു ഡ്രോയിങ് കാണിച്ചു തരാം. അത് ഓൾറെഡി പിന്നെ മെസിയാദ് അതുപോലെ തന്നെ മിറാദ്. നമ്മള് നെറ്റില് ഗൂഗിൾ മാപ്പിൽ മിറാദ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർമി ക്യാമ്പ് കാണാം. അബുദാബിന്റെ ആർമി ക്യാമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അത് ഞാൻ ചെയ്ത് നമ്മുടെ കമ്പനി ചെയ്ത ഇപ്പോ ജിൻകോ അല്ലേ, ജിൻകോ അവര് ചെയ്ത് പോയി. മിറാദ് എന്നൊരു വെബ്സൈറ്റ്, MERAD, അല്ലെങ്കിൽ E അല്ലെങ്കിൽ A ആക്കി നോക്കുക. മാപ്പിൽ കാണുന്ന പേര് ചെറിയ വ്യത്യാസമുണ്ട്. മിറാദ് കാണുന്നുണ്ടോ എവിടെയെങ്കിലും? അബുദാബി മാപ്പിൽ നോക്കാം. കിട്ടുന്നുണ്ടോ മാപ്പിൽ? ആ ഏരിയ ഇവിടെ നോക്കിയേ. അല്ലൈൻ അബുദാബി ഏരിയ ആണോ കാണിച്ചത്? ആണോ? ആണോ? അവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർമി ക്യാമ്പ് കാണാം. ആർമി ക്യാമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ പ്രൊജക്റ്റ്. അവിടെ ഹോൾഡിംഗ് ടാങ്കും സോഫ്റ്റ്വെയറും വെച്ചിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ഞാൻ ക്ലാസ്സിൽ കാണിച്ചു. ഈ മേൽഹോൾ ഒന്നും ഉണ്ടാവുള്ളതോ? അല്ല, ഈ മാനുവൽ മൾട്ടിപ്പിൾസ് ആട്ടോ. 53 മാനുവൽസ് വരെ പല പ്രോജക്റ്റിലും ചെയ്തിട്ടുണ്ട്. ഫുൾ നെറ്റ്വർക്ക്. FIC എന്ന് പറഞ്ഞാല് പ്ലോട്ടിന്റെ, നമ്മളെ പ്ലോട്ടിന്റെ ഉള്ളിലുള്ള. അപ്പൊ ഇതെന്താ സംഭവിച്ചാല് ഇവിടെ നിന്ന് നമ്മളെ പ്ലോട്ടാണ്, നമ്മളെ ഏരിയ, പ്രൈവറ്റ് ഏരിയ. ഇവിടെ നിന്ന് ഗവൺമെന്റ് ഏരിയ, റോഡാവാം, ഔട്ട്സൈഡ് പാസേജ് ആവാം. ഇവിടെ നിന്ന് മുഴുവനും അവരെ ഏരിയ. സെപ്റ്റി ടാങ്ക്, ഒരു മിനിറ്റ്, സെപ്റ്റി ടാങ്ക് ഏതിൽ വരിക? ഇതൊക്കെ നമ്മളില്ല കേട്ടോ. ഇത്രയും ഭാഗം നമ്മളില്ല. ഈ ഭാഗം മാത്രം ഗവൺമെന്റ്.
ഇനി അടുത്തൊരു കോംപ്ലിക്കേഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് ഒരു സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ വരിക? കാലി പ്ലോട്ടാണ് അല്ലെ? എന്താ ഉണ്ടാവുക? ബൗണ്ടറി ഏതാന്ന് നമുക്ക് ഏകദേശം അറിയും. നമ്മളെ പ്ലോട്ട് തിരിച്ചുണ്ടാവുമല്ലോ, അത് തിരിക്കാതെ ഒരിക്കലും നമുക്ക് കിട്ടില്ല, ബിൽഡിംഗ് പെർമിറ്റ് കിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ടാവും. ആദ്യം സൈറ്റിൽ ചെല്ലുമ്പോൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ അവർക്കൂടെ ഡ്രെയിനേജ് ലൈന് ഡിപ്പാർട്ട്മെന്റ് ലൈന് പോയിട്ടുണ്ടോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യും. മനസ്സിലായോ? അത് ഓൾറെഡി നമുക്ക് സൈറ്റ് തരുമ്പോൾ തന്നെ പ്ലോട്ട് തരുമ്പോൾ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് അതിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിപ്പാർട്ട്മെന്റ് ലൈന് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം അതിന്റെ ലെവൽ നമുക്ക് കിട്ടും. അപ്പൊ നിർബന്ധമായിട്ടും ഫസ്റ്റ് ആയിട്ട് സൈറ്റിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു സിവിൽ എഞ്ചിനീയർ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ലെവൽ ചെക്ക് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് അവിടെ തൊട്ടടുത്ത് കൂടെ പോയ മാനുകൂടെ തുറന്നു നോക്കുക. പെർമിഷൻ ഉണ്ടെങ്കിൽ തുറന്നു നോക്കിയിട്ട് അതിന്റെ ആ പൈപ്പ് താഴെ ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഇതുപോലെ നിങ്ങളെ ഇലക്ട്രിസിറ്റി കേബിൾ പോയിട്ടുണ്ടാവില്ലേ, ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ പൊസിഷൻസ് കാര്യങ്ങൾ എവിടെയാണ്, നമുക്ക് അലോട്ട് ചെയ്ത ട്രാൻസ്ഫോമർ എവിടെ വരാമോ, അതിന്റെ കേബിൾസ് എവിടെ, ഏത് ഏരിയ കൂടെ വരിക, ഷോർട്ടിൽ കൂടെ എങ്ങനെ കയറുക, ഏത് ഡയറക്ഷനിൽ കയറുക, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പൊ അതിനെന്ത് വേണം? ഒന്ന് ഡ്രെയിനേജിന്റെ ഇനീഷ്യൽ ഡ്രോയിങ്സ് ഉണ്ടാക്കാണ്ട്, ഇലക്ട്രിക്കലിന്റെ പ്രപ്പോസൽ ഡ്രോയിങ്സ് ഉണ്ടാക്കാണ്ട്, കേബിൾസ് മെഷർമെന്റ് അല്ലെങ്കിൽ കേബിൾസിന്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്, അതാണ് നമ്മുടെ ഫസ്റ്റ് വഴി. അല്ലാതെ ആദ്യം തന്നെ കയറിയിട്ട് ഡിസൈൻ തുടങ്ങാറുണ്ട് തുടങ്ങുന്നത് സൈറ്റിൽ പോവാതെ ഒരു കാരണവശാലും ഓഫീസിൽ ഇരുന്നിട്ട് നിങ്ങളെ ചെയ്യരുത്. അസ്യൂം ചെയ്തില്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പോയാൽ പഠിക്കും. ഇത് ശരിക്കും റോഡ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മുമ്പിലെ വരാം അല്ലെ? ഇവിടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്റർലോക്ക് ഒക്കെ സെറ്റ് ചെയ്യില്ലേ, അതിന്റെ മുമ്പ് ചെയ്യേണ്ട പണിയാണ്. ഇന്റർലോക്ക് വെച്ചതിന് ശേഷം പിന്നെ അവർ പൊളിച്ചില്ല, പൊളിക്കുമ്പോൾ പിന്നെ വേറെ പൈസ. മനസ്സിലായി? അപ്പൊ സൈറ്റിൽ പോയാൽ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡ്രെയിനേജിന്റെ കംപ്ലീറ്റ് സിസ്റ്റം സെറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇവിടുന്ന് അത് പഠിക്കാണ്ട് വെള്ളി ട്രാപ്പിന്റെ കുറച്ച് വീഡിയോസ് കാണാനുണ്ട്, ടെറൈൻ പോളിപൈപ്പിന്റെ ഒക്കെ വീഡിയോസ് കാണാനുണ്ട്, അതുപോലെ തന്നെ ഗ്രീസ് ട്രാപ്പ് സാൻഡ് ട്രാപ്പ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ UAE-യിലുള്ള ഇതിന്റെ ഏറ്റവും ടോപ്പ് ഫാബ്രിക്കേറ്റേഴ്സ് അവരെടുത്ത് പലപ്പോഴും നമുക്ക് കുടിൽ പ്ലാൻസ് അതുപോലെയുള്ള ചില സാധനങ്ങളൊക്കെ കിട്ടും. അത് മൊത്തത്തിൽ MVP-യിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ മാൻഹോൾ വെക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്യുന്ന ഒരു മാൻഹോൾ, ക്ലീൻ ആയിട്ട് എപ്പോക്സി കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് GRP ലൈനിങ് ഒക്കെ ഉള്ള മാൻഹോൾസ് വരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണാം. ആ ഭാഗങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു നെറ്റ്വർക്ക് സ്വന്തമായിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ബാത്റൂം ഡീറ്റെയിൽസ്, ഇതുപോലത്തെ ബോട്ടം ഓഫ് പൈപ്പിന്റെ ഡീറ്റെയിൽസ്, ഈ എക്സ്റ്റേണൽ കോർഡിനേഷൻ അടുത്ത ക്ലാസ്സിൽ അതിന്റെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണ എക്സ്റ്റേണൽ കോർഡിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലംബിങ്ങിൽ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ സാധനം. അത് ഏറ്റവും കോംപ്ലക്സ് ടൈപ്പ് ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പൊ അതില് നേരത്തെ പറഞ്ഞ ഈജിപ്ഷ്യൻ ഹോട്ടലിലെ അതിന്റെ ഒക്കെ പിക്ചേഴ്സ് നോക്കാം. അത് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ് ബാക്കിയൊക്കെ പഠിക്കും. ഇവിടെ കാണിക്കുന്ന 3 കോംപ്ലക്സ് ഡിസൈനും ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആണ്. ഒന്ന് പെട്രോൾ സ്റ്റേഷന്റെ ഇന്റേണൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റം, 24ഓളം സർവീസ്, 24 സർവീസ് അണ്ടർഗ്രൗണ്ട് കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ കോർഡിനേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ് ഒന്ന് കാണിക്കുന്നത്. രണ്ടാമത്തത് ഒരു ഹെവി റെസ്റ്റോറൻറ്റ്, കമേഴ്ഷ്യൽ റെസ്റ്റോറൻറ്റ്, അതിന്റെ പൈപ്പ് ലൈൻസ് ഏകദേശം റൂമിന്റെ ഉള്ളിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ഹൊറിസോണ്ടൽ പൈപ്പ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ പൈപ്പാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ. പിന്നെ മൂന്നാമതുള്ളത് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ 5th ബേസ്മെന്റിലെ ബേസ്മെന്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഈ 3 സാധനം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ. മനസ്സിലായോ? പിന്നെ ഒരു അമരിയ ഫ്രീ സോണിലെ ഒരു ബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്, അതിന്റെ പിന്നെ ഡ്രെയിനേജ് അല്ല, വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ്. ഈ സാധനങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഈ 4 പ്രോജക്റ്റുകൾ. ഒന്ന് റെസ്റ്റോറന്റ്, 2 പെട്രോൾ ഫില്ലിംഗ് സ്റ്റേഷൻ, 3 അമരിയ എന്ന് എഴുതിയാൽ മതി, മനസ്സിലാവും. അമരിയ, 4 5 സ്റ്റാർ ഹോട്ടലിന്റെ 5th ബേസ്മെന്റ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ശരി.